ഓക്കെ. അപ്പോൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ഓക്കെ അപ്പോൾ ഞാനൊന്ന് തുടങ്ങിയിട്ട് നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. നാസർ കൊടിമരത്തെ ഒന്ന് പരിചയപ്പെടുത്തിയത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളൂ. പരിചയപ്പെടുത്തിയോടുകൂടി ഒരുപാട് ആളുകൾ ഇൻബോക്സിൽ വന്ന് പറയുന്ന ഒരേ ഒരു കാര്യം ഇനിയും അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരണം എന്നതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ നാസർ കൊടിമരത്തിൻ്റെതായിട്ട് ഡിബേറ്റ് മലയാളം എന്ന് പറയുന്ന ആ ചാനലിലൂടെ തന്നെ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടെങ്കിലും അത് എല്ലാം അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്നും കൂടിയും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആ വിവരങ്ങൾ, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ അതിൻ്റെ കൃത്യമായ വിവരണങ്ങൾ അത് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പ്രചോദനം അത് തുടർന്നും ഉണ്ടാകണം. ഇതുവരെയുള്ള പ്രചോദനത്തിന് വലിയ നന്ദി. അപ്പോൾ നാസർ കൊടിമരം, നമസ്കാരം. നമസ്കാരം. ഓക്കെ. അപ്പോൾ പ്രേക്ഷകരുടെ കമൻറ്റുകളൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ? കണ്ട് ഓക്കെ. അപ്പോൾ എന്തായാലും താങ്കളെ സ്ഥിരമായിട്ട് കേൾക്കണം എന്നാണ് ആളുകളുടെ ആഗ്രഹം. അപ്പോൾ ചില വിഷയങ്ങൾ നമ്മളൊന്ന് ചോദിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മഅദനി എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയെക്കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നം എന്ന് തന്നെ പറയാം. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം മഅദനി എന്ന് പറയുന്നത് ഒരു ഭരണകൂട വേട്ട നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇര എന്നുള്ള രീതിയിലാണ് ഇന്ന് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പിണറായി വിജയനായാലും അവരൊക്കെ വേദിയിലിരുത്തിക്കൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന തലത്തിലുള്ള കാര്യങ്ങളും ഇതെല്ലാം കണ്ടും കേട്ടൊക്കെയാണ് ഈ ഒരു 10-15 വർഷത്തിൻ്റെ ഇടയിലുള്ള ആളുകൾ കണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പരിചയപ്പെടൽ പോരാ മഅദനിയെക്കുറിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ താങ്കൾക്ക് അതിനകത്ത് കാര്യമായിട്ട് പറയാനുണ്ടാവുമല്ലോ അല്ലേ? ഉണ്ട്, പറയാം. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാം അതിനെ കുറിച്ച്. ഓക്കെ. അപ്പോൾ ഇനി താങ്കൾക്കാണ് സമയം. അതായത് ആരാണ് മഅദനി? ഇന്ന് പറയുന്നത് പോലെ ഒരു ഇരയായിട്ട് മാത്രം പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണോ? അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ആ കാലം എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ പരിക്ക് പറ്റിയത്, കാലിന് അപകടം പറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. പറയാം. അതായത് ഈ മദനി എന്ന് പറയുന്ന അബ്ദുൽ നാസർ മദനി എന്ന് പറയുന്ന ആള് 1986-87 കാലഘട്ടം, അതായത് ഒരു 85 കാലഘട്ടം മുതൽ ഇദ്ദേഹത്തെ പറ്റി കേട്ടറിവുണ്ടെങ്കിലും ഞാൻ ഇദ്ദേഹത്തിന്റെ പ്രസംഗം നേരിട്ട് കേൾക്കുന്ന 1988-ലാണ്. 88 എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് PDC സെക്കൻഡ് ഇയർ പഠിക്കുന്ന കാലഘട്ടം 1988. ഈ 88-ല് ഞങ്ങളുടെ നാട്ടില് ഒരു പ്രക്ഷോഭം ഉണ്ടായി, ഒരു വിഷയം ഉണ്ടായി. അങ്ങനെ ആ വിഷയത്തെ പറ്റി സംസാരിക്കാനായിട്ടാണ് അബ്ദുൽ നാസർ മദനി എന്റെ നാട്ടിലെത്തുന്നത്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അബ്ദുൽ നാസർ മദനിയെ കാണുന്നത് 1980. അതിന് മുമ്പേ ഞാൻ അബ്ദുൽ നാസർ മദനിയെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലിയോ ഇദ്ദേഹം വലിയ തീപ്പൊരി പ്രാസംഗികനാണ്, മുൻകൂർ ജാമ്യം എടുത്തിട്ടൊക്കെയാണ് ഇദ്ദേഹം പ്രസംഗിക്കുന്നത് എന്നൊക്കെ അന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള കോയമാർ കാച്ചുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുന്ന ഞാൻ ഈ സെക്കൻഡ് ഇയർ 1988 PDC സെക്കൻഡ് ഇയർ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ അദ്ദേഹത്തിന്റെ പ്രസംഗം ഞങ്ങളുടെ നാട്ടിൽ വെച്ചാണ് എന്നെ കേൾക്കുന്നത്. അന്ന് ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ തന്നെ, അതായത് ഒരു തീപ്പൊരി പ്രസംഗം, ഭയങ്കരമായ പ്രസംഗം. അന്നെന്ന് പറഞ്ഞ ഇയാൾക്ക് വലിയ പ്രായമൊന്നുമില്ല, 25 വയസ്സ് കാണുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. 24-23 വയസ്സ്, 24 വയസ്സിൽ കൂടുതലൊന്നും കാണില്ല. നല്ലൊരു ഗാംഭീര്യമുള്ള ആളുമായിരുന്നു, നല്ല താടിയും കട്ടത്താടിയും, നല്ല ഒരു ആചാനുബാഹുവായ ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം വന്ന് വെച്ച് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രസംഗത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ പ്രസംഗത്തിനുണ്ടായ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞാലും ശരിയാകില്ല, അതുകൊണ്ട് ഞാൻ പ്രസംഗത്തിന്റെ വിഷയവും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ പ്രസംഗം സത്യം പറഞ്ഞാൽ അന്യ മതസ്ഥരെ ശരിക്കും പ്രകോപിപ്പിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു. അതായത് ഇസ്ലാം എന്ന് പറയുന്ന എന്തോ ഒരു വലിയ മതമാണ് എന്നും ഈ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നതിന് മാത്രമേ രക്ഷയുള്ളൂ എന്നും ആ രീതിയിൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇദ്ദേഹം ശരിക്കും അന്യമതസ്ഥരെ പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അന്ന് നടത്തിയത്. ആ പ്രസംഗത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ശരിക്കും ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണല്ലോ ഇദ്ദേഹം പറയുന്നത്. എനിക്ക് 10-17 വയസ്സേ ഉള്ളൂ എന്റെ പ്രായം. ആ പ്രായത്തിൽ തന്നെ ഞാൻ ചിന്തിക്കുകയാണ്, ഇദ്ദേഹം ഒരു ബഹുസ്വര സമൂഹത്തിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ആണല്ലോ ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അതായത് ഈ പ്രസംഗം കേൾക്കുന്ന ഒന്നാന്തരം ഒരു പബ്ലിക് റോഡിൽ വെച്ചാണ് ഇയാൾ പ്രസംഗിക്കുന്നത്. ഒരു പന്തൽ കെട്ടിയാണെന്ന് ഓർക്കണം. അവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, അതുപോലെ എല്ലാ ജാതി മതസ്ഥരും നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം ഒരു തീപ്പൊരി പ്രസംഗം അവിടെ പ്രസംഗിക്കുന്നത്. ആ പ്രസംഗം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു വർഗീയവാദിയാണ് എന്നും ഒരു ഭീകരവാദിയാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ടും അന്ന് കേട്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായി.
പിന്നീട് ഞാൻ ഇദ്ദേഹത്തെ പറ്റി പിന്നീട് ഇദ്ദേഹത്തിന്റെ പ്രസംഗം ISS അന്നേരം ISS സജീവമാണ്. ISS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇയാൾ ഉണ്ടാക്കുന്ന 86-87 കാലഘട്ടത്തിലാണ് ഇയാൾ ഉണ്ടാക്കി. ഈ ISS ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞങ്ങളുടെ നാട്ടിൽ ഇയാൾ പ്രസംഗിക്കാൻ വരുന്നത്. ഏതായാലും ഈ പറഞ്ഞോ, വല്ലതും ചോദിച്ചോ ആരിഫ്? ഞാൻ ചോദിക്കാൻ വന്നത് ഇതേ ഉള്ളൂ മനസ്സിൽ. അതായത് ഇദ്ദേഹം അന്ന് അവിടെ സംസാരിക്കാൻ വരുന്നത് മറ്റേതെങ്കിലും പ്രസംഗത്തിനുള്ള മറുപടി എന്നോണാണോ, അത് ഏതെങ്കിലും സംഘടനയെ പ്രതിനിധീകരിച്ചിട്ടാണോ? സംഘടനയെ പ്രതിനിധീകരിച്ചല്ല. ഇയാൾ അവിടെ ഞങ്ങളുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി, ഒരു വിഷയം ഉണ്ടായപ്പോൾ ആ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാനായിട്ട് ഇയാളെ ഞങ്ങളുടെ നാട്ടിലെ മൗലവിമാര് കൊണ്ടുവന്നു. ഞങ്ങളുടെ നാട്ടിലെ പിന്നെ പള്ളിയിലെ ഖത്തീബുമാരെല്ലാം കൂടി സംഘടിച്ച് എല്ലാവരും കൂടി മഹല്ല് ജമാഅത്തുകൾ എല്ലാവരും കൂടി ഇയാളെ പോയി കൊണ്ടുവന്നതാണ് ഇയാളെ പ്രസംഗിപ്പിക്കാൻ വേണ്ടി. ആ പ്രശ്നം എന്താണെന്ന് പറയാൻ പറ്റില്ല. എന്തോ ആ വിഷയം ഞാൻ പറഞ്ഞാൽ ശരിയാകുകയില്ല. അത് ശരിയാകുകയില്ല പറഞ്ഞു. അപ്പം അന്നേരം ഇയാൾ ഈ ISS എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാക്കി കഴിഞ്ഞു. ISS എന്ന് പറയുന്ന ഇസ്ലാമിക് സേവക് സംഘ് എന്നായിരുന്നു ആ പ്രസ്ഥാനത്തിന്റെ പിന്നെ ഫുൾ ഫോം. ISS ഇസ്ലാമിക് സേവക് സംഘ്, അതായത് RSSന് ബദലായിട്ട് ഉണ്ടാക്കുന്നു എന്നും പറഞ്ഞാണ് ഇയാൾ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. RSSന് ബദലായിട്ട് ഉണ്ടാക്കിയ പ്രസ്ഥാനം ISS. ഇങ്ങനെ ഈ ISSന്റെ ലേബലിലാണ് അയാൾ അവിടെ വരുന്നതും പ്രസംഗിക്കുന്നതും എല്ലാം. ഈ കൊടുത്ത മറുപടി ഞങ്ങളുടെ നാട്ടിലുണ്ടായ ഒരു വിഷയത്തിനെ ആസ്പദമാക്കിയാണ് സംസാരിച്ചതെങ്കിലും ഇയാൾ അന്നും ISSന്റെ ഹൈ പവർ കമ്മിറ്റി ചെയർമാൻ എന്ന രീതിയിലാണ് അവിടെ വന്നത്. വരുമ്പോഴും വലിയൊരു കാറിൽ വരുന്ന ഒരുപാട് അകമ്പടിയുണ്ട്, ഒരുപാട് സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു അയാൾക്ക്. ഏതായാലും ഈ ISS പിന്നീട് ഞാൻ കാണുന്നത് എന്താ, ഞാനല്ല നമ്മുടെ കേരളീയ പൊതുസമൂഹം കാണുന്ന ഇയാളുടെ ഒരു ഉയർച്ചയാണ്. ഇയാൾ ഒരു വലിയ ഒരു ഉയർച്ച, അതായത് ഒരു ഭയങ്കരമായ പ്രസംഗം, അതുവരെ ഒരു ഇസ്ലാമിക, അതായത് നമ്മുടെ ഒരു ഇസ്ലാമിക ഭൂമികയിൽ ആരും കാണാത്ത രീതിയിലുള്ള ഒരു പ്രസംഗ ശൈലിയുമായിട്ട് ഇയാൾ ഇങ്ങനെ മുന്നേറുകയാണ്. ഇയാളുടെ പ്രസംഗ ശൈലി എന്ന് പറയുന്നത് സത്യം ഈ വർഗീയത തന്നെയാണ് ഇയാൾ പറയുന്നത്. ഈ വർഗീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു സാഹിത്യ രീതിയിൽ ഇയാൾ അങ്ങ് സംസാരിക്കും. അത് കേൾക്കുമ്പോൾ ഈ മുസ്ലിമീങ്ങളെല്ലാം അങ്ങോട്ട് വികാര വിക്ഷോഭിതരാകുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ ഇയാളുടെ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ വികാര വിക്ഷോഭിതരാകും. നിർത്തിയേച്ച് ഇയാള് മുഹമ്മദ് നബിയുടെ പേര് പറയുമ്പോൾ ആരെങ്കിലും നമ്മളൊക്കെ കുറച്ചല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഇയാൾ പറയും 140 ലോകത്തെ 140 കോടി മുസൽമാന്റെ ചങ്കിലെ ചോരയായ അവന്റെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ രാജകുമാരനെ പോലെ പ്രശോഭിക്കുന്ന മുഹമ്മദ് നബി മുസ്തഫ എന്ന് പറയുമ്പോൾ ചാടിക്കൂട്ടി കോയമാരെല്ലാം കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങോട്ട് കിടന്നങ്ങോട്ട് ബഹളം വയ്ക്കുകയാണ്. അതായത് മുഹമ്മദ് നബീനെ അങ്ങോട്ട് ഒരു സാഹിത്യ ഭാഷയിൽ അങ്ങോട്ട് വർണ്ണിച്ച് മുസ്ലിമീങ്ങളെ ഇങ്ങനെ ശരിക്കും ഒരു തീജ്വാലയുടെ നടുവിലേക്ക് ഇയാൾ കൊണ്ടുപോവുകയാണ്. ഇത് തന്നെയായിരുന്നു പിന്നെ നമുക്കറിയാമല്ലോ, ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിന് ശേഷം ഇയാൾ ഒരു പ്രസംഗം നടത്തി. മൂവാറ്റുപുഴയിലാണോ തൊടുപുഴയിലാണോ എവിടെ പോയി ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആരിഫും കണ്ടു കാണും, അതിന്റെ യൂട്യൂബ് ചാനലിൽ അത് വൈറലാണ്. അയാൾ അവിടെ എന്താണ് പറയുന്നത്, ഒരു മുഹമ്മദ് നബിയെ വിമർശിച്ച ഒരു പിതാവിന്റെ, മുഹമ്മദ് നബിയെ വിമർശിക്കുന്ന ഒരു മകൻ കേൾക്കുക. തന്റെ പിതാവ് മുഹമ്മദ് നബിയെ വിമർശിക്കുന്നു, മോശമായിട്ട് സംസാരിക്കുന്നു, മകൻ കേൾക്കുന്നു. ആ മകൻ വന്നേച്ച് മുഹമ്മദ് നബിയോട് പറയുന്നു, എന്റെ പിതാവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം ഞാൻ പിതാവിനെ കൊല്ലട്ടെ എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് നബി മൗനം പാലിക്കുന്നു. വീണ്ടും ചോദിക്കുന്നു, ഞാൻ അദ്ദേഹത്തെ കൊല്ലട്ടെ, മൗനം പാലിക്കുന്നു. മൂന്നാമത്തെ മൗനത്തിന് മുഹമ്മദ് ഈ പയ്യൻ പോകുന്നു, പിതാവുമായിട്ടൊരു സംഘട്ടനത്തിൽ ഏർപ്പെടുന്നു. ആ സംഘട്ടനോടെ നടക്കുകയാണ്. അപ്പോഴതാ പിതാവിന്റെ തല ഫുട്ബോൾ പൊങ്ങുന്നത് പോലെ ആകാശത്തിലേക്ക് പൊങ്ങുന്നു മക്കളെ, മകന്റെ വാളിൽ നിന്നും ചോര കുടുകൂടാ ചാടുന്നു മക്കളെ എന്ന് പറഞ്ഞ അയാൾ ആ സമൂഹത്തെ, ജോസഫ് മാഷിനെ കൈവെട്ടായിട്ടില്ല, കൈവെട്ടുന്നില്ല ഈ ജോസഫ് മാഷിന്റെ ആ സംഭവം. അതിന് മുമ്പേ ആ സംഭവം നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന സമയം, ജോസഫ് മാഷ് ഒളിവിൽ നിൽക്കുന്ന സമയം, ജോസഫ് മാഷിനെ പിടികൂടിയിട്ടുമില്ല, പോലീസ് അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. അതിന് മുമ്പുള്ള സമയത്താണ് ഇയാൾ ഈ പ്രസംഗിക്കുന്നത്. അതായത് അയാൾ അവിടെ സോറി തെറ്റിപ്പോയി. ഈ കൈവെട്ടിന് ശേഷം കേട്ടോ, ജോസഫ് മാഷിന്റെ കൈവെട്ടതിന് ശേഷമാണ് ഈ പ്രസംഗം ഇയാൾ പ്രസംഗിക്കുന്നത്. അതായത് ജോസഫ് മാഷിന്റെ കൈയല്ല വെട്ടേണ്ടത്, തലയായിരുന്നു വെട്ടേണ്ടത് എന്നാണ് ഇയാൾ അവിടെ ആ പ്രസംഗത്തിൽ പറയുന്നത്. അതായത് ജോസഫ് മാഷിന്റെ കൈയാണല്ലോ വെട്ടിയത്. കൈവെട്ടിനെ കുറിച്ച് സമൂഹത്തിൽ ഒരു വലിയൊരു പ്രശ്നം, ഒരു കൈവെട്ടിയത് മോശമായി പോയത് മുസ്ലിം തീവ്രവാദികൾ ചെയ്തതാണ് എന്നും പറഞ്ഞ് മുസ്ലിം പൊതുസമൂഹത്തിനെതിരെ, മുസ്ലിം പൗരോഹിത്യത്തിനെതിരെ കേരളീയ പൊതുസമൂഹത്തിൽ ഒരു പ്രതിരോധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയം, സോഷ്യൽ മീഡിയയിലാണേലും TV ചാനലുകളിലായാലും ഒക്കെ ഒരു മുസ്ലിം സമൂഹം അത് കാണിച്ചു. മുസ്ലിം സമൂഹ തീവ്രവാദികൾക്ക് മൗനാനുവാദം കൊടുത്തതും ഒക്കെ ഒരു മോശമായി പോയി എന്ന് കേരളത്തിലെ സാംസ്കാരിക നായകരാണേലും ചില രാഷ്ട്രീയ നേതാക്കന്മാരാണേലും പൊതുസമൂഹത്തിനാണേലും മുസ്ലിം സമൂഹത്തോടൊരു ഒരു ഭയത്തിലൂന്നിയ ഒരു വെറുപ്പുണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മദനി ആ സമയത്ത് ഇറങ്ങി വന്നതിന് ശേഷമാണ് മദനി ഈ പ്രസംഗിക്കുന്നത്. അതായത് കൈയല്ലായിരുന്നു വെട്ടേണ്ടത്, തലയായിരുന്നു വെട്ടേണ്ടത് എന്നാണ് അയാൾ ആ പ്രസംഗത്തിലൂടെ മുസ്ലിം പൊതുസമൂഹത്തെ ഉദ്ബോധിപ്പിക്കുന്നത്. നമുക്ക് മനസ്സിലായില്ല. പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ ആരിഫും കേട്ട് കാണും ആ പ്രസംഗം, യൂട്യൂബിൽ വൈറലാണ് പ്രസംഗം. അപ്പൊ
അത്തരം പ്രസംഗങ്ങളായിരുന്നു ഇയാളുടെ മുൻകാല പ്രസംഗങ്ങളെല്ലാം. പൂന്തുറക്കലാപം താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, 1992 പൂന്തുറക്കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഈ പൂന്തുറക്കലാപത്തിന്റെ പ്രധാന കാരണക്കാരൻ ഈ അബ്ദുൽ നാസർ മദനിയാണ്. അവിടെ ഒരു ISS-ഉം RSS-ഉം തമ്മിൽ, അന്ന് ISS ഉള്ള സമയമാണ്, ISS-ഉം RSS-ഉം തമ്മിൽ ഒരു സംഘടന ഉണ്ടാകുന്നു. ആ സംഘടനത്തെ പറ്റി സംസാരിക്കാനായിട്ട് അയാൾ അവിടെ വരുന്നു. അവിടുത്തെ ഒരു DSP-യെ, അതായത് ഏതോ ISS-കാരെ പിടിച്ച് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ആ DSP-യെ അയാൾ വളരെയധികം മോശമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ഒരു വലിയൊരു തീപ്പൊരി പ്രസംഗം അയാൾ കാച്ചി വെച്ച് ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷമാണ് പൂന്തുറക്കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. പൂന്തുറക്കലാപം RSS-കാര് ഒരു റാലി നടത്തുമ്പോൾ പൂന്തുറയിലെ മുസ്ലിം പള്ളിയുടെ മുകളിൽ നിന്നും ആ റാലിയുടെ നേർക്ക് കല്ലെറിയുന്നു. അതിനുശേഷം അങ്ങനെയാണ് അവിടെ ഒരു പൂന്തുറക്കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. അതിന്റെ കാരണക്കാരൻ അബ്ദുൽ നാസർ മദനിയാണ്. ഈ പൂന്തുറയിൽ നിന്ന് തന്നെയാണ് അബ്ദുൽ നാസർ മദനിയുടെ സഹയാത്രികനായിരുന്ന പൂന്തുറ സിറാജ് ജയിക്കുന്നത്. അറിയാൻ പാടില്ല, പൂന്തുറ സിറാജിനെ പറ്റി കേട്ടിട്ടില്ലേ? പൂന്തുറ സിറാജ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ജയിക്കുന്ന ഈ പൂന്തുറക്കലാപത്തിന് ശേഷമാണ്. അപ്പൊ അവിടെ എന്തുമാത്രം ഈ മദനിയുടെ പ്രസംഗം മുസ്ലിം സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നു. മുസ്ലിം സമൂഹം ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരുടെയും ഓർമ്മയിൽ ഭരണകൂട ഭീകരതയുടെ ഒരു ഇരയായിട്ട് അബ്ദുൽ നാസർ മദനിയെ വരച്ചു കാണിക്കുന്നുണ്ട്. മീഡിയ വൺ ചാനലൊക്കെയാണ് അതിന് മുമ്പന്തിയിൽ നിൽക്കുന്നത്, ഈ മദനിയെ ഒരു ഭരണകൂടത്തിന്റെ ഇരയായിട്ട് കാണിക്കുവാൻ. മീഡിയ വൺ ചാനൽ പോലുള്ള, കൈരളി ചാനൽ പോലുള്ള ചില ഈ കോയമാരെ, ഈ മുസ്ലിം സുഡാപ്പികളുടെ ചെരുപ്പ് നക്കികളായ സുഡാപ്പികളെ പിന്താങ്ങുന്ന കുറെ ചാനലുകളും കുറെ മാധ്യമ പ്രവർത്തകരും ഒക്കെയാണ് മദനിക്ക് ഇത്തരം ഒരു ചായ കൊടുത്തത്. പക്ഷെ മദനിയുടെ 86, 88, 90, 80, 90 കാലഘട്ടങ്ങളിലെ പ്രസംഗം ഇവർ കേട്ടിരുന്നെങ്കിൽ, ആ പ്രസംഗങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഒരാൾ പോലും ഇയാൾക്ക് പിന്തുണ കൊടുക്കില്ല. ഇയാളുടെ പ്രസംഗങ്ങൾ മുഴുവൻ ഒരു പൊതുസമൂഹത്തിൽ ഒരിക്കലും ഒരു ബഹുസ്വര സമൂഹത്തിൽ സംസാരിക്കാൻ പാടില്ലാത്തതാണ് ഇയാൾ സംസാരിക്കുന്നത്. ഒന്നും വേണ്ട, നിങ്ങൾ ശംഖുമുഖം കടപ്പുറത്ത് ഇയാള് ഈ ജയിലിൽ നിന്നും ഇറങ്ങി വന്നതിന് ശേഷം ശംഖുമുഖം കടപ്പുറത്ത് ഇയാൾക്ക് ഒരു സ്വീകരണ യോഗം PDP കൊടുത്തു. അത് 2007-ലോ 2008-ലോ ആണെന്ന് എനിക്ക് തോന്നുന്നു. ആരിഫിനും അതിന്റെ ഓർമ്മ കാണും. ഈ ശംഖുമുഖം എന്തോ ഒരു ചുമന്ന പരവതാനി വിരിച്ചുള്ള ഒരു സ്വാഗതം. അത് തന്നെ ഒരു ഭയങ്കര ആയിരക്കണക്കിന് ജനക്കൂട്ടും ആ ശംഖുമുഖം കടപ്പുറത്ത് കൂടിയാണ് പ്രസംഗം കേൾക്കാൻ വേണ്ടി. കാരണം ഇയാൾ 10 കൊല്ലത്തോളം ജയിലിൽ കിടന്നതിന് ശേഷം തിരിച്ചു വരുന്ന സമയമാണ്. ശംഖുമുഖം കടപ്പുറത്ത് വെച്ച് നടത്തിയ പ്രസംഗത്തിൽ പോലും ഇയാൾ വർഗീയത പറയുന്നുണ്ട്. ഇയാൾ ഒരുപാട് വർഗീയത പറയുന്നുണ്ട്. ഒരിക്കലും ഒരു സമൂഹത്തിൽ പറയാൻ പറ്റുന്ന രീതിയിലല്ല ഇയാൾ അവിടെ സംസാരിക്കുന്നത്. അവിടെയും അവിടെ കൂടി നിൽക്കുന്ന ആ മുസ്ലിം സമൂഹത്തെ, ആ കോയമാരെ വികാരവിക്ഷുബ്ധരാക്കിയാണ്, മതത്തിന്റെ പേരിൽ പറഞ്ഞ് വികാരവിക്ഷുബ്ധരാക്കിയാണ് നമ്മുടെ സമൂഹം, നമ്മുടെ മുസ്ലിം സമൂഹത്തിന് മാത്രമേ രക്ഷയുള്ളൂ. ഇയാൾ പറയുന്ന ഒരു രീതി ഞാൻ പറയാം, ഇയാളുടെ ഒറ്റ രീതി ഒരു ബഹുസ്വര സമൂഹത്തിൽ പറയാൻ പാടുള്ളതാണോ എന്ന് കേട്ടോ. ഈ നാസർ കൊടിമരം പറയുന്ന കള്ളമാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുകളിൽ നിങ്ങൾക്ക് ഇയാളെ വീഡിയോകൾ സെർച്ച് ചെയ്ത് നോക്കുക. എന്റെ വാക്കുകൾ കേൾക്കുന്നവർക്ക്, അല്ലെങ്കിൽ പഴയ CD എടുത്തിട്ട് നോക്കുക. ഇയാൾ പറയുന്നത് എന്താണെന്ന് അറിയാം. ഇയാളുടെ പ്രസംഗത്തിലൊക്കെ ഇയാൾ പറയുന്ന ഒരു വാക്കുണ്ട്. ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് ആണെന്ന് പറയുന്നതിനേക്കാൾ, ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ ആണെന്ന് പറയുന്നതിനേക്കാൾ, ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ ബിൽ ഗേറ്റ്സ് ആണെന്ന് പറയുന്നതിനേക്കാൾ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായ മുകേഷ് അംബാനി ആണെന്ന് പറയുന്നതിനേക്കാൾ, ഞാൻ സൂപ്പർ സ്റ്റാറായ മോഹൻലാൽ ആണെന്ന് പറയുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് മക്കളെ നമ്മളൊരു മുസൽമാനാണെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ബഹുസ്വര സമൂഹത്തിൽ പറയാൻ പാടുണ്ടോ ആരിഫ്? ഇത് കേൾക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്തു വിചാരിക്കും? ഇങ്ങനെ ഇയാൾ പറയുകയാണ്, ഞാൻ അമിതാഭ് ബച്ചനാണെന്ന് പറയുന്നതിനേക്കാൾ, അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് ആണെന്ന് പറയുന്നതിനേക്കാൾ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹ റാവു ആണെന്ന് പറയുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് മക്കളെ നമ്മളൊരു മുസൽമാനാണെന്ന് പറയുന്നത്. അപ്പം മറ്റു മതസ്ഥര് വളരെ മോശമാണെന്നല്ലേ ഇയാൾ എഴുതി കാണിക്കുന്നത്? അവിടെ ഇയാൾ വരച്ച് കാണിക്കുന്ന എന്താണ്? പൊതുസമൂഹത്തിന് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മറ്റ് യുക്തിവാദികളോ മറ്റു മതസ്ഥരോ ഒന്നും മുസൽമാന്റെ മുമ്പിൽ ഒന്നുമല്ല, മുസ്ലിമിന്റെ മുമ്പിൽ ഒന്നുമല്ല. ഇവർ ഒരു താഴേക്കിടയിലുള്ള, മറ്റുള്ളവരെല്ലാം താഴേക്കിടയിലുള്ളവരാണ്. ഇതാണ് ഇയാൾ വരച്ചു കാണിച്ചിരിക്കുന്ന മുഴുവൻ. ഇയാളെ കുറ്റം പറയുന്നില്ല ഞാൻ ഒരിക്കലും അബ്ദുൽ നാസർ മദനിയെ കുറ്റം പറയില്ല, ഞാൻ ഒരിക്കലും MM അക്ബറിനെ കുറ്റം പറയില്ല, ഞാൻ ഒരിക്കലും സാക്കിർ നായിക്കിനെ കുറ്റം പറയില്ല. കുറ്റം പറയേണ്ടത് നമ്മളെ ആരെയാണെന്നറിയാമോ? കുറ്റം പറയേണ്ടത് ഇവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനമായ ഇസ്ലാമിനെയാണ്. ഇസ്ലാം എന്ന് പറയുന്ന ആ ഇസ്ലാമിന് ആശയം കൊടുത്തിരിക്കുന്ന ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥത്തെയാണ്. 1400 കൊല്ലം മുമ്പ് മുഹമ്മദിന് ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ കൊടുത്തു എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇവരനുധാവനം ചെയ്യുന്നത്. ആ ഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്?
ഇപ്പൊ ജോസഫ് മാഷിന്റെ കൈയും കാലും എതിർ ദിശകളിൽ നിന്നും വെട്ടി. അതെന്താണ് പ്രചോദനം? ഇവിടുത്തെ ചില മാധ്യമ സുഹൃത്തുക്കളും ചില മാധ്യമങ്ങളും പറയാറില്ലേ, അത് ചില തീവ്രവാദികൾ ചെയ്ത്, ചില മുസ്ലിം തീവ്രവാദികൾ ചെയ്ത് വിവരക്കേട് നമ്മുടെ ഭരിക്കുന്ന പാർട്ടി വരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് ചില വിവരദോഷികൾ ചെയ്തതാണ്. അതിന് ഖുർആനുമായിട്ട് ബന്ധമില്ല, അതിന് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല. അത് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞിട്ടുണ്ട്, കേരള നദുവത്തുൽ മുജാഹിദീൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവര് ചെയ്താണ്. അതിന് നിങ്ങൾ ഇസ്ലാമുമായിട്ട് കൂട്ടിക്കെട്ടണ്ട, അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ ആരിഫും കേട്ടിട്ടില്ല അങ്ങനെ പറയുന്നത്? അതെ 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 മടയൻ എന്ന് വിളിച്ചതാണ്. എന്തോ കേട്ടില്ല. മടയൻ എന്നാണ് ജോസഫ് മാഷെ വിളിച്ചത്. അല്ല, ഈ ചെയ്തത് ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയത് ഇസ്ലാമുമായിട്ട് ബന്ധമല്ല, കുറച്ച് തീവ്രവാദികൾ ചെയ്തതാണ്. അതിന് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ലേ? തീർച്ചയായിട്ടും. ഇവിടുത്തെ മുസ്ലിം പുരോഹിതന്മാർ മിക്കവരും പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബ് ചാനലുകളിൽ അവർ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് അതിന് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്ന്. ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ടോ? ഖുർആനിൽ സൂറത്തുൽ മാഇദ 33 വാക്യം എന്താണ് പറയുന്നത്? ഇന്നമാ ജസാഉല്ലദീന യുഹാരിബൂനല്ലാഹു വറസൂലഹു ഫയസ്കൂന ഫിൽ അർളി ഫസാദൻ വയുഖതലു വയുസല്ലബു വതുഖത അയ്ദീഹിം വഅർജുലുഹും മിൻ ഖിലാഫിൻ ഫഇൻ ഫഅ ഫിൽ അർളി ദാലിക ലഹും ഖിസ്യും ഫിദ് ദുനിയാ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. ഖുർആൻ പറയുന്നതാണ്. അതായത് അള്ളാഹുവിനെ അവന്റെ ദൂതനെ എതിർക്കുന്നവർക്കുള്ള പ്രതിഫലം എന്തെന്നാൽ അവർ കൊല്ലപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകാലുകൾ എതിർ ദിശകളിൽ നിന്നും ഛേദിക്കപ്പെടുകയോ അർജുലുഹും മിൻ ഖിലാഫിൻ എന്ന് പറഞ്ഞാൽ അവരുടെ കൈകാലുകൾ എതിർ ദിശകളിൽ നിന്നും ഛേദിക്കപ്പെടുകയോ ചെയ്യുക, അവരെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുകയോ ചെയ്യുക എന്നതാകുന്നു. അത് ഈ ഭൂമിയിൽ അവർക്ക് കിട്ടുന്ന ശിക്ഷയാകുന്നു. പരലോകത്തിലും വലിയ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു. ഖുർആൻ പറഞ്ഞിരിക്കുന്നതാണ്. ഒന്നിലെ അവർ കൊല്ലുക, അല്ലെങ്കിൽ അവരെ ക്രൂശിക്കുക. അതായത് അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും എതിർക്കുകയോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയോ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം എന്തെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ കൊല്ലപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകാലുകൾ എതിർ ദിശകളിൽ നിന്നും ഛേദിക്കപ്പെടുകയോ ഫിൽ അർളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുക എന്ന ഫിൽ അർളി. അതിന് നിങ്ങൾ ഖുർആന്റെ ഒരു പരിഭാഷ എടുത്തു നോക്കിയാൽ ഫിൽ അർളി എന്നുള്ളതിന് പരിഭാഷ കൊടുത്തിരിക്കുന്നത് നാട് കടത്തുക എന്നാണ്. നാട് കടത്തുക എന്ന അതിന് അർത്ഥമില്ല. ഫിൽ ബിലാദി എന്നായിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു, നാട് കടത്തുക എന്ന് വരും. പക്ഷെ അവിടെ കൊടുത്തിരിക്കുന്ന ഖുർആൻ കൊടുത്തിരിക്കുന്ന ഫിൽ അർളി എന്ന. അർളെന്ന് പറഞ്ഞ അർത്ഥം എന്താ ആരിഫ്? ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആരിഫ് ഒരു ഖുർആൻ പരിഭാഷ എടുത്തു. ഖുർആൻ പരിഭാഷയൊക്കെ പറഞ്ഞിരിക്കുന്നത് നാട് കടത്തുക എന്നാണ് അല്ലേ? അതാണ് പച്ചക്കള്ളം എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ ഖുർആൻ പരിഭാഷകരെല്ലാം അള്ളാഹിനെയും മുഹമ്മദിനെയും പലയിടത്തും രക്ഷിച്ചിട്ടുണ്ട്. പച്ചക്കള്ളം എഴുതി അർത്ഥം പച്ചക്കള്ളം എഴുതി രക്ഷിച്ചിട്ടുണ്ട്. അതിലൊരു പച്ചക്കള്ളമാണ് ഇത് ഫിൽ അർളി എന്നുള്ളതിന്റെ നാട് കടത്തുക എന്ന് എഴുതി വെച്ച് അള്ളാഹുവിനെയും മുഹമ്മദിനെയും രക്ഷിച്ചിരിക്കുന്നു. ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മുടെ ജോസഫ് മാഷിനോട് ചെയ്തത്. ജോസഫ് മാഷിന്റെ വലത് കൈയും വെട്ടി ഇടത് കാലും വെട്ടി എതിർ ദിശകളിൽ നിന്നും ഛേദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇനി പിന്നെ അബ്ദുൽ നാസർ മദനി എന്താണ് പറഞ്ഞത്? പിതാവ് മുഹമ്മദ് നബിയെ വിമർശിച്ച പിതാവിന്റെ തല മകൻ വെട്ടി എന്നാണ് പറയുന്നത്. ശരിയാണ്. ഈ മുഹമ്മദിനെ വിമർശിച്ചവർക്ക് എല്ലാം കൊട്ടേഷൻ വരെ കൊടുത്ത് മുഹമ്മദ് കൊന്നിട്ടുണ്ട്. ഒരു കവിയത്രിയുടെ മുല വരെ ഛേദിച്ചിട്ടുണ്ട് കൊട്ടേഷൻ വിട്ട്. എത്ര ആൾക്കാരെ കൊന്നിരിക്കുന്നു മുഹമ്മദ് നബി കൊട്ടേഷൻ സംഘത്തെ വിട്ട്. മുഹമ്മദ് നബി വിമർശിച്ച നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയിട്ടുണ്ട് മുഹമ്മദ് നബി അറേബ്യൻ ഉപദ്വീപിൽ. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇതൊക്കെ ഈ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. അപ്പൊ ഖുർആനുമായിട്ട് ബന്ധമില്ല, ഇതിന് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്ന് ഇവിടുത്തെ മാപ്രകൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? അബ്ദുൽ നാസർ മദനി ഒരു സാത്വികനാണ്, ഒരു എര മാത്രമാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? 80-90 കാലഘട്ടങ്ങളിൽ ഇയാൾ ഇങ്ങനെയൊക്കെയാണ് പ്രസംഗിച്ചിരിക്കുന്നത്. ജോസഫ് മാഷിന്റെ കൈ പോയപ്പോൾ ആ കൈയല്ല തലയാണ് വെട്ടേണ്ടത് എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇയാൾ. ഈ മനുഷ്യൻ എങ്ങനെ ഒരു ഇരയായി മാറും? ഇദ്ദേഹം ചെയ്തതിനുള്ള ശിക്ഷയാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. ഇന്ന് നിങ്ങൾ ഇസ്ലാമിക വിശ്വാസികൾ ദൈവവിശ്വാസികളാണെങ്കിൽ ദൈവവിശ്വാസികൾ അവരോട് ഒരു ദൈവം കൊടുത്ത ശിക്ഷ തന്നെയാണ് അയാൾക്ക്. അയാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഒരിക്കലും നമ്മൾ ചെയ്യുന്നതിന് എന്തിനും ഒരു പ്രതിപ്രവർത്തനം ഉണ്ടെന്ന് ഐസക് ന്യൂട്ടൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ലേ ആരുവേ? ചെയ്യുന്ന ഏതിനും അങ്ങനെ വേണേ പറയാം. അങ്ങനെ പറയാം. നമ്മൾ ചെയ്യുന്ന ഏതിനും ഒരു പ്രതിപ്രവർത്തനം വരും. ആ പ്രതിപ്രവർത്തനമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. നിങ്ങൾ ദൈവവിശ്വാസികളാണെങ്കിൽ ദൈവം കൊടുത്ത പ്രതിഫലമാണത്. അല്ല നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ കണ്ണീര് വാർക്കാൻ ഈ ഭൂമിയിൽ ആർക്കും സാധിക്കില്ല. ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മാനവികവാദിക്ക്, ഒരു മനുഷ്യ സ്നേഹിക്ക് ഒരിക്കലും അബ്ദുൽ നാസർ മദനിയുടെ പേരിൽ കണ്ണീര് വാർക്കാൻ സാധിക്കില്ല. അബ്ദുൽ നാസർ മദനി ചെയ്ത ക്രൂരതകൾക്ക് അയാൾക്ക് ചെയ്ത ക്രൂരതകൾ വെച്ച് നോക്കിയാൽ അയാൾക്ക് കിട്ടിയിരിക്കുന്ന ശിക്ഷ വളരെ തുച്ഛമായ ശിക്ഷയാണ്.
ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ട ആൾ. ഇയാൾ നിങ്ങൾ നേരെ എതിരൊന്ന് ആലോചിച്ചെങ്കിൽ സൗദി അറേബ്യയിൽ ഒരു ഇസ്ലാമിക സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് ഇയാളും മറ്റ് സമൂഹത്തിന് വേണ്ടിയാണ് ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ ഇയാളുടെ അവസ്ഥ എന്തായി മാറിയേനെ? ഒന്നും വേണ്ട, പാകിസ്ഥാനിൽ ചെന്നുകൊണ്ട് ഒരു ക്രിസ്തീയ പുരോഹിതൻ ഇങ്ങനെ ഈ അബ്ദുൽ നാസർ മദനി ഖാൻ പ്രസംഗിച്ച പോലെ പ്രസംഗിച്ചായിരുന്നെങ്കിൽ അയാളുടെ അവസ്ഥ എന്തായേനെ? പാകിസ്ഥാനിലാണ് ഈ അടുത്ത കാലത്താണ് പിന്നെ മുസ്ലിമീങ്ങൾ കുടിക്കുന്ന ഒരു ഗ്ലാസിൽ ഒരു ക്രിസ്തീയ പെൺകുട്ടി വെള്ളം കുടിച്ചു എന്ന പേരിൽ ആ പെണ്ണിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. വെള്ളം കോരി ആയിഷ ബീബി, അങ്ങനത്തെ ആസിയ ബീബി. അവിടെ അങ്ങനെ കാണിച്ചോടത്താണ് ഈ ജനാധിപത്യ രാജ്യമായ ഈ 80% ഹിന്ദുക്കൾ കിടക്കുന്ന ഈ രാജ്യത്ത് അബ്ദുൽ നാസർ മദനി പതിറ്റാണ്ടുകളോളം കിടന്ന് ഇങ്ങനെ പിന്നെ ഇത്തരം പച്ച വർഗീയത വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ അയാളെ എന്തെങ്കിലും ചെയ്തോ? ഇവിടുത്തെ കോടതി അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചോ? ഇല്ല. എന്നിട്ടും അയാൾ വെറുതെ വിടുകയായിരുന്നു. അയാൾ കുറ്റം ചെയ്തില്ല എന്ന് പറഞ്ഞു. കാരണം കുറ്റം തെളിയിക്കപ്പെട്ടില്ല. കുറ്റം ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് അയാൾ നിരപരാധിയല്ലേ, ഇത്രയും കൊല്ലം ജയിലിൽ കേൾക്ക്, അയാൾ വെറുതെ വിട്ടില്ലേ, അപ്പോൾ അയാൾ നിരപരാധിയല്ലേ? ഒരിക്കലുമല്ല സുഹൃത്തുക്കളെ. ഇപ്പൊ ഒന്നും വേണ്ട, ഗോവിന്ദചാമി അവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ഗോവിന്ദചാമിയെ വധശിക്ഷ ഒഴിവാക്കിയില്ലേ? എത്രയോ പേരെ അങ്ങനെ വധശിക്ഷ ഒഴിവാക്കുന്നു. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ കൊല്ലാഞ്ഞിട്ടാണോ നളിനിയെയും പിന്നെ മറ്റേ ആ പ്രതികളെയൊക്കെ ഇപ്പൊ കോടതി വെറുതെ വിട്ടത്? രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിൽ ഭാഗവാക്കാഞ്ഞിട്ടാണോ? അല്ല. അതൊക്കെ നമ്മുടെ പിന്നെ ഈ ക്രിമിനൽ നിയമത്തിലെ ചില പാകപ്പിഴകളാണ്. അതായത് കോടതിയിൽ ഏതെങ്കിലും ഒരു കേസ് ഒരാൾ വെറുതെ പോകുന്നുണ്ടെങ്കിൽ അയാള് കുറ്റം ചെയ്തില്ല എന്നല്ല അവിടെ പിന്നെ രേഖപ്പെടുത്തപ്പെടുന്നത്. മറിച്ച് ആ വക്കീലിന് പ്രോസിക്യൂഷന് ശരിയാവണ്ണം ആ കേസ് അവിടെ തെളിയിക്കാൻ പറ്റിയില്ല. ക്ലിയർ ആയിട്ട് സാക്ഷികളെ നിർത്തുവാനോ ക്ലിയർ ആയിട്ട് അവിടെ ആ പ്രോസിക്യൂഷന് കേസ് തെളിയിക്കാനോ കോടതി ജഡ്ജിമാരുടെ മുമ്പിൽ കേസ് തെളിയിക്കാനോ സാധിച്ചില്ല. അതിനുള്ള തെളിവുകൾ കിട്ടിയില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് അയാൾ വെറുതെ പോയെന്നേ ഉള്ളൂ, അല്ല കുറ്റം ചെയ്യാഞ്ഞിട്ടല്ല. അത് എപ്പോഴും നിങ്ങൾ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പ്രതിയെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഇസ്ലാമിക തീവ്രവാദിയെ കോടതി വെറുതെ വിട്ട് കണ്ടോ, അപ്പൊ തന്നെ മുസ്ലിങ്ങൾ ഇവിടെ ഇളകി കണ്ടോ, അയാൾ തെറ്റ് ചെയ്തില്ല, അയാൾ ഇത്രയും കാലം പിടിച്ചു വെറുതെ ജയിലിലിട്ടില്ലേ, അയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണ്ടേ, അയാൾ തെറ്റ് ചെയ്തെങ്കിൽ കോടതി ശിക്ഷിക്കുമായിരുന്നല്ലോ. എന്റെ പൊതുസമൂഹമേ, ഇസ്ലാമിക സമൂഹമേ, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പ്രതിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞ് ആ പ്രതി തെറ്റ് ചെയ്തില്ല എന്നർത്ഥമാകുന്നില്ല. മറിച്ച് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ പറ്റിയില്ല. പ്രോസിക്യൂഷന് ക്ലിയർ ആയിട്ട് അവിടെ സാക്ഷിമുഖങ്ങളും വാദമുഖങ്ങളും തെളിവുകളും നിരത്തി ഈ പ്രതി ഈ തെറ്റുകാരനായിരുന്നു എന്ന് തെളിവുകൾ ഏകോപിപ്പിച്ച് തെളിയിക്കാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. എത്രയോ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു. കാരണം നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്ന പിന്നെ പ്രതിഭാഗത്തിന് അയാളെ ശിക്ഷിക്കാൻ അയാൾ തെറ്റ് ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി അയാൾ ശിക്ഷിക്കാൻ അയാളെ പിന്നെ തെളിവ് ഹാജരാക്കുന്നു. അപ്പോൾ ജഡ്ജിമാർ സത്യമാണെന്ന് ഓർക്കുന്നു, അങ്ങനെ ശിക്ഷിക്കുന്നു. അങ്ങനെ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പൊ തെറ്റ് ചെയ്ത് ഇങ്ങനത്തെ മദനി വെറുതെ പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ആൾക്കാർ വെറുതെ വിടുന്നത് കൊണ്ടോ തീവ്രവാദികൾ തെറ്റ് ചെയ്തില്ല എന്നില്ല, തെളിയിക്കാൻ പറ്റിയില്ല എന്നേ അർത്ഥമാവുന്നുള്ളൂ. ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ചേകന്നൂർ മൗലവിയുടെ വിഷയം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചേകന്നൂർ മൗലവിയുടെ ആ ജഡം പോലും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ കൊന്ന ആളുകൾ ഇന്നും ഇവിടെ വിരാജിക്കുകയാണ്. അവര് കുറ്റക്കാരല്ലാതെ. അപ്പൊ അതിനർത്ഥം അവർ കൊന്നിട്ടില്ല എന്നല്ല, അവരിവിടെ ഉണ്ട്. അത് തെളിയിക്കാൻ ഇവിടുത്തെ പ്രോസിക്യൂഷൻ, ഇവിടുത്തെ നിയമ സംവിധാനത്തിന് സാധിച്ചില്ലെന്നേ ഉള്ളൂ. അതെ. ഇനി അതുമല്ല, ഇതുപോലെ ഇങ്ങനെ വെറുതെ വിടുന്ന സമയത്ത് കണ്ടോ അവര് കുറ്റം ചെയ്തില്ല എന്ന് പറയുന്ന ഒരു അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ കിട്ടാറുള്ളൂ. അതാണ് മറ്റൊരു കാര്യം. ഇപ്പൊ മോദിയെ ആണ് ഇതേപോലെ വെറുതെ വിടുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും മോദി കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. മോദിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞിട്ട് അതിപ്പോഴും. അതെ. അപ്പൊ ഈ ആനുകൂല്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും കൊടുക്കണം, ഇല്ലെങ്കിൽ അത് പറയാൻ നിൽക്കരുത്. ഒന്നും വേണ്ട ആരിഫേ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദി അധികാരത്തിൽ വരുന്ന EVM തട്ടിപ്പാണെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. എന്താ ഇപ്പൊ EVM തട്ടിപ്പ് പറയുന്നില്ല? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ EVM തട്ടിപ്പിനെ പറ്റി ഒരു സുഡാപ്പിയും മിണ്ടുന്നില്ലല്ലോ. അതെ. കാരണം അവർക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ അവർക്ക് കുഴപ്പമില്ല, അവർക്കെതിരായിട്ട് വന്നു കഴിഞ്ഞാൽ അവരതിനെ കയറി പിടിക്കുക, ഏത് രീതിയിലും പ്രതിരോധിക്കുക. അതാണ് ഇവിടുത്തെ ഈ ജിഹാദികളുടെ പൊതുസ്വഭാവം. ഇപ്പൊ റിയാസ് മൗലവിയുടെ കൊലപാതകം സംബന്ധിച്ചിട്ടുള്ള കേസിന്റെ വിധി വന്നപ്പോഴും ഇതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അത് പക്ഷെ കേരളത്തിലായതുകൊണ്ട്, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് അവിടെ അവർ കുടുങ്ങി നിൽക്കുകയാണ്. ആരെ കുറ്റം പറയും എന്നുള്ള ഒരു വിഷമത്തിൽ. കാരണം അവിടെയും പറയുന്നത് കോടതി നിരീക്ഷിച്ചത് തെളിവില്ല എന്നുള്ളതാണ്. കൊന്നതിന് ഇന്ന ആളുകളാണ് കൊന്നത് എന്നതിന് അവിടെ തെളിവില്ല. അതുകൊണ്ടാണ് അവിടെ വെറുതെ വിടുന്നത്. അതെ, വെറുതെ വിടപ്പെടുന്നു. കോടതിക്ക് തെളിവ് വെച്ചാൽ കോടതിക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ജഡ്ജി നേടി കണ്ടെന്ന് പറഞ്ഞാലും തെളിവ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജഡ്ജി വെറുതെ വിടും.
അതെ. അതേപോലെ മറ്റൊരു കേസിൽ 15 പേരെ ഒരുമിച്ച് വധശിക്ഷയ്ക്ക് വിധിച്ചതും നമ്മളിവിടെ കണ്ടു. നമ്മൾ ആലപ്പുഴ നമ്മൾ കണ്ടതാണ്. അതെ, ആലപ്പുഴ SDPI ആ കൊലപാതകം, നമ്മളുടെ ആലപ്പുഴ SDPI കൊലപാതകം. അതെ, RSSകാരനെ കൊന്നിട്ട് ആ അതെ കേസിൽ. അതെ അപ്പോൾ അത് തെളിവുള്ളത് കൊണ്ടാണ്. ആ ഗൂഢാലോചനയ്ക്ക് ഹിറ്റ് തെളിവുള്ളതുകൊണ്ട് ലിസ്റ്റ് ഉണ്ടാക്കിയതിനും ആ ഗൂഢാലോചന നടത്തിയതിനും അത് എക്സിക്യൂട്ട് ചെയ്തതിനും എല്ലാം തെളിവുള്ളത് കൊണ്ടാണ് അവർക്കത് കിട്ടുന്നത്. തെളിവുള്ളതുകൊണ്ടാണ് കിട്ടുന്നത്. അത് തന്നെ. അതെ അതെ. ഓക്കെ, അപ്പോൾ ഇനി ഒരു സംശയം ഇവിടെ. ഇപ്പോൾ നിലവിൽ മദനി ഇപ്പോൾ അകത്ത് കിടക്കുന്നത് കോയമ്പത്തൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ടും അതുപോലെ കളമശ്ശേരി നിലവിൽ സ്ഫോടനം മദനി പുറത്താണ്. ആരുവേ നിലവിൽ മദനി പുറത്താണ്. നെടുമ്പാശ്ശേരിയിലുണ്ട്. ജാമ്യത്തില. അതെ, ജാമ്യത്തിലാണ്. പക്ഷെ ആ ജാമ്യം ആണല്ലോ, മീൻസ് അതിന്റെ അർത്ഥം അതെ അവിടെ നമ്മൾ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്ന ഒരു പുള്ളിയാണ്. അതെ ആ കേസ് എന്ന് പറയുന്നത് കോയമ്പത്തൂർ സ്ഫോടനമാണ് അതിനകത്ത് കിടക്കുന്നത്. അതുകൂടാതെ മറ്റൊരെണ്ണം ഉണ്ടായിരുന്നത് നമ്മളുടെ കളമശ്ശേരി അല്ല സ്ഫോടനം. അത് അല്ല ഇപ്പൊ കോയമ്പത്തൂർ സ്ഫോടനം അല്ല, ഇപ്പം ബാംഗ്ലൂർ ബോംബ് ബാംഗ്ലൂർ സ്ഫോടന സ്ഫോടനം. കേസുമായിട്ടാണ് ബന്ധപ്പെട്ടത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ചരിത്രം എങ്ങനെയാണ്? ഈ കളമശ്ശേരി സ്ഫോടനം, കോയമ്പത്തൂർ സ്ഫോടനം, ബാംഗ്ലൂർ സ്ഫോടനം, ഇതെല്ലാം കൂടി എങ്ങനെയാണ് വരുന്നത്? കോയമ്പത്തൂരാണ് ഈ സ്ഫോടനം നടന്ന കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിലാണ് മദനിയെ പിടിക്കപ്പെടുന്നത്. അതിന്റെ പ്രതിഷേധിച്ച് അതിൽ മദനിയെ പുറത്തുവിടണമെന്ന് പറഞ്ഞ് PDP പ്രവർത്തകർ ഇവിടെ വെച്ച് നടത്തിയതാണ് ഒരു കളമശ്ശേരിയിൽ കൊണ്ടുപോയി തമിഴ്നാട് ബസ് കൊണ്ടുപോയി ഇവര് ബസ് കത്തിക്കുകയാണ് ചെയ്തത്. അതില് മദനിയുടെ ഭാര്യ സൂഫിയ മദനിക്ക് പങ്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മദനിയുടെ ഭാര്യ അതിൽ പ്രതിയാണ്. ഈ കളമശ്ശേരി കോയമ്പത്തൂർ ബോംബ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ ഈ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിലാണ് ഇയാൾ നിരപരാധി എന്ന് പറഞ്ഞ് കോടതി വെറുതെ വിടുന്നത്. ഇയാളുടെ തെളിവുകൾ പൂർണ്ണമായിട്ട് ഇയാൾക്ക് യോജിപ്പിക്കാൻ പ്രോസിക്യൂഷന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാണ് ഇയാൾ വെറുതെ വിടപ്പെടുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം. അതായത് ഈ മദനിയാണേലും ഈ സാക്കിർ നായിക്കാണേലും MM അക്ബർ ആണേലും ഒക്കെ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്. ഈ ഇസ്ലാമിന് വേണ്ടി നമ്മൾ ഷഹീദാകുന്നതിന് കുഴപ്പമില്ല മക്കളെ. ഇസ്ലാമിന് വേണ്ടി നമുക്ക് ഷഹീദാകുന്നതിന് ഒരു കുഴപ്പമില്ല. ഇസ്ലാമിന് വേണ്ടി നമ്മൾ എന്ത് ത്യാഗങ്ങൾ സഹിക്കുന്നതിനും നമുക്ക് കുഴപ്പമില്ല. ത്യാഗങ്ങൾ നിങ്ങൾ സഹിക്കണം. ഈ മദനിയുടെ ആദ്യകാല പ്രസംഗങ്ങളൊക്കെ ആരിഫ് എടുത്തു നോക്കിയേ. ഇസ്ലാമിന് വേണ്ടി നിങ്ങൾ ത്യാഗങ്ങൾ സഹിക്കണം. ഇസ്ലാമിന് വേണ്ടി ത്യാഗങ്ങൾ, നമ്മുടെ സഹാബത്തൊക്കെ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ്. ത്യാഗങ്ങൾ സഹിച്ചാൽ മാത്രമേ നമുക്ക് പരലോകത്ത് മോക്ഷം കിട്ടുകയുള്ളൂ, പരലോകത്ത് നല്ല ജീവിതം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന ത്യാഗങ്ങളെ നമ്മൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് കരുതരുത് എന്നൊക്കെയാണ് നമ്മുടെ അബ്ദുൽ നാസർ മദനി ആണെങ്കിലും MM അക്ബർ ആണെങ്കിലും മുജാഹിദ് ബാലിശ്ശേരി ആയാലും ഏത് ഇസ്ലാമിക പണ്ഡിതരെ നമ്മൾ എടുത്തോ അങ്ങനെ ഒരു സ്ട്രാറ്റജി ആ ഒരു മുസ്ലിം പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കാറുണ്ട്. കേട്ടിട്ടില്ലേ ആരിഫ്? അത് ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതെ, അതായത് ജിഹാദിന് വേണ്ടിയിട്ട് ആളുകളെ പ്രോത്സാഹനം കൊടുക്കുക. എന്ത് പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മളിവിടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ മുസ്ലിം സമൂഹം ഉണ്ടായാലും അത് ശാരീരിക ബുദ്ധിമുട്ടായാലും സാമ്പത്തിക ബുദ്ധിമുട്ടായാലും മറ്റ് ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടായാലും നമ്മൾ സഹിക്കണം. കാരണം അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അള്ളാഹുവിന്റെ പരീക്ഷണം. അപ്പൊ നമ്മൾ ഇതിവിടെ സഹിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന സ്വർഗത്തിൽ ഉന്നത ഇതാണ് ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ റളിയല്ലാഹു അൻഹും വറളു അൻഹും. അതൊക്കെയാണ് ഇവർ ആയത്തുകളോടുന്ന താഴ്ഭാഗങ്ങളുടെ അരുവികളോടുന്ന ആരാമങ്ങളിൽ നമ്മൾ ചാരിയിരിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു പിന്നെ സ്വർഗത്തിന്റെ വർണ്ണന. ഇതൊക്കെ കിട്ടാൻ വേണ്ടിയാണ് 72 ഹൂറിയും കള്ളുപൊടിയും ഒക്കെ കിട്ടാൻ നമുക്ക് പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വരുന്ന നമ്മുടെ ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും നമ്മൾ സഹിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഈ അബ്ദുൽ നാസർ മദനി MM അക്ബർ പോലുള്ള മത നേതാക്കന്മാരാണ്. ആരോടാ പറഞ്ഞു കൊടുക്കുന്നത്? ഈ പാവങ്ങളോട് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ആരിഫും കേട്ടിട്ടില്ലേ? ഇവരുടെ പ്രസംഗങ്ങളുടെ എല്ലാം ഒരു പൊതു സ്വഭാവം ഇങ്ങനെയാണ്. അതായത് ഒരു ഇസ്ലാമിനെതിരെ ഒരു പ്രക്ഷോഭം നടക്കുന്ന രാജ്യങ്ങളിലായാലും ഇസ്ലാമിനെതിരെ ഒരു പ്രതിരോധം നടക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഇവരുടെ പ്രസംഗ ശൈലി ഇങ്ങനെ തന്നെയാണ്. ഒരു സ്ട്രാറ്റജി വെക്കുന്ന ഇവരെങ്ങനെ തന്നെയാണ്. ശരിയല്ലേ? പക്ഷെ കഷ്ടപ്പെടണം. പക്ഷെ ഇവരൊരു കഷ്ടതയിലേക്ക് പോയി പെടുമ്പോഴോ ഇവരെന്താണ് ചെയ്യുന്നത്? മുസ്ലിം പൊതുസമൂഹം ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ അബ്ദുൽ നാസർ മദനി തന്നെ ഈ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽപ്പെട്ട് ഇയാൾ ജയിലിൽ കടന്നോട്ടെ എന്ന് ഇയാളെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട് അനുയായികള്? ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, ഇത് അള്ളാഹു എനിക്ക് തന്ന പരീക്ഷണമാണ്, അതുകൊണ്ട് ഞാൻ ഈ ജയിലിൽ കടന്നോളാം, ഒരു വക്കീലിനും നിങ്ങൾ കാശ് കൊടുക്കേണ്ട, ഒരു വക്കീൽ ഒരു കോടതിയിലേക്കും എനിക്ക് ജാമ്യത്തിന് വേണ്ടോ പരോളിന് വേണ്ടിയോ നിങ്ങൾ പോകണ്ട എന്നീ അബ്ദുൽ നാസർ മദനി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുസ്ലിം പൊതുസമൂഹമേ? ഇല്ല. അയാൾ കാശ് കൊടുത്ത് അയാൾക്ക് വേണ്ടി നിയമസഹായ ഫണ്ടെന്നും പറഞ്ഞ് ഇവിടുത്തെ ഈ ജുമാ പള്ളികളുടെ ഒക്കെ മുമ്പിൽ നിന്ന് പിരിച്ചത് PDP പ്രവർത്തകർ
പ്രവർത്തകരായിരുന്നു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നിങ്ങൾ പിരിച്ചു. മദനി നിയമസഹായ ഫണ്ട് എന്ന് പറയും. കാരണം എന്താ? മദനിക്ക് വേണ്ടി വാദിച്ചത് പ്രശാന്ത് ഭൂഷണെ പോലുള്ള, ദുഷ്യന്ത് ദവയെ പോലുള്ള, കപിൽ സിബലിനെ പോലുള്ള, ഹാരിസ് ബീരാനെ പോലുള്ള എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കേണ്ട വക്കീലന്മാരായിരുന്നു സുപ്രീം കോടതിയിൽ വാദിച്ചത്. അവർക്കൊക്കെ ലക്ഷങ്ങൾ കൊടുക്കണം എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ. ഈ മദനി തന്നെയാണ് നിങ്ങളോട് പറയുന്നത്, നമുക്ക് കിട്ടുന്ന ബുദ്ധിമുട്ടുകളെ നമ്മൾ അംഗീകരിക്കണം, അള്ളാഹുവിന് വേണ്ടി അംഗീകരിക്കണം. മുഹമ്മദ് നബി, സഹാബത്ത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ്. ബദറും മുഹദും ഖന്തക്കും ഖൈബറും ഒക്കെ ഈ മുസ്ലിം സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുന്നതും ഈ മദനിയെ പോലുള്ളവരാണ്. പക്ഷേ ഈ മദനി കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ പെട്ടപ്പോൾ മദനി ആ ത്യാഗം അനുഭവിച്ച് ജയിലിൽ കിടക്കാൻ തയ്യാറായോ മുസ്ലിം സമൂഹമേ? ഇല്ല. അയാൾ കോടിക്കണക്കിന് രൂപ വക്കീലന്മാർക്ക് കൊടുത്ത് വാദിപ്പിക്കുകയായിരുന്നു. സെഷൻസ് കോടതി മുതൽ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ. വമ്പൻ വക്കീലന്മാരെയാണ് അയാൾക്ക് വേണ്ടി വാദിക്കാനായിട്ട് അയാൾ രംഗത്തിറക്കിയത്. അപ്പൊ അയാൾ ത്യാഗം സഹിക്കാൻ തയ്യാറായോ മുസ്ലിം പൊതുസമൂഹമേ? എന്തേ അപ്പൊ അയാൾക്ക് ഇറങ്ങി വരണമെന്ന് തോന്നിയത്? അയാൾക്കപ്പോൾ ആ ജയിലറെ മണിയറയായിട്ട് എന്താണ് മുസ്ലിം പൊതുസമൂഹമേ തോന്നാതിരുന്നത്? നിങ്ങളോട് പറഞ്ഞ ജയിലറെ മണിയറയാക്കണമെന്നല്ലേ? നിങ്ങളോട് പറഞ്ഞ ഏത് ത്യാഗവും നിങ്ങൾ സഹിക്കണമെന്നല്ലേ? എന്തേ അതിന് ത്യാഗം സഹിക്കാൻ തയ്യാറായില്ല? എന്തേ? അതേപോലെ തന്നെ MM മക്ബൂർ, നമ്മുടെ ഈ 2ാം ക്ലാസ്സിലെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടല്ല, അദ്ദേഹത്തിന്റെ പി സ്കൂളിൽ നിന്നും കുറച്ച് സ്റ്റാഫ് സിറിയയിലേക്ക് ആടുമേയ്ക്കാൻ പോയ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് NIA കേസ് വന്നു. ഉടനെ അയാൾ എങ്ങോട്ടാണ് പോയത്? മലേഷ്യയിലേക്കും ഖത്തറിലേക്കും. ഇന്ത്യ വിട്ടു അയാൾ മലേഷ്യയിലും ഖത്തറിലും ഇന്തോനേഷ്യയിലും ഒക്കെ പോയി അയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. എന്താ അയാള് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഈ നിയമത്തിന് കീഴടങ്ങിയില്ല? എന്ത് നിയമത്തിന് കീഴടങ്ങിയില്ല? അപ്പൊ അയാൾക്ക് ജയിലിൽ പോയി കിടക്കാൻ ഭയമുണ്ടല്ലേ? അപ്പൊ അയാൾക്ക് ജയിലിൽ പോയി കിടക്കാൻ ഭയമുണ്ട്. അപ്പൊ അയാൾ സംസാരിക്കുന്നതും അയാൾ അള്ളാഹുവിന്റെ കീർത്തനങ്ങളൊക്കെ നിങ്ങളോട് പറയാറുണ്ടല്ലോ. അയാള് മുഹമ്മദ് നബിയുടെ ബുദ്ധിമുട്ടുകളെ പറ്റി, സഹാബത്തിന്റെ ബുദ്ധിമുട്ടുകളെ പറ്റി, അവരൊക്കെ ഖന്തറിലും ഖൈബറിലും ബദറിലും ഉഹദിലും ഒക്കെ അനുഭവിച്ച ത്യാഗങ്ങളെ പറ്റിയും നിങ്ങൾ മുസ്ലിം സമൂഹത്തോട് പറയാറില്ലേ? എന്തേ MM മക്ബറിന് ഒരു ചെറിയ കേസ് വന്നപ്പോ അയാൾ ഒളിച്ചോടിയത്? അയാൾ ഇന്ത്യയിൽ നിന്ന് തന്നെ വിട്ടുപോയത്? അയാളെ പിടിച്ചോണ്ട് വന്ന എവിടെ നിന്നാണ്? മലേഷ്യയിൽ നിന്ന് അറസ്റ്റ് ചെയ്തല്ലേ അയാളെ? അല്ല, ഖത്തറിൽ നിന്നും അറസ്റ്റ് ചെയ്താണ് അയാളെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇപ്പോഴും ജാമ്യത്തിലാണ് നിങ്ങളുടെ MM മക്ബർ നടക്കുന്നത്. എന്തേ അയാൾക്ക് ആ ത്യാഗം സഹിക്കാൻ ബുദ്ധിമുട്ടായി? എന്തേ സാക്കിർ നായിക്ക് ഇവിടെ ഒരുപാട് പ്രസംഗം നടത്തിയല്ലോ, ഒരുപാട് സംവാദങ്ങൾ MM മക്ബറിനെ പോലെ സാക്കിർ നായിക്ക് നടത്തിയല്ലോ. എന്തേ അയാൾക്കെതിരെ കേസ് വന്നപ്പോ അയാൾ മുങ്ങി മലേഷ്യയിൽ പോയി ഒളിച്ചിരിക്കുന്നത്? ഇപ്പൊ അയാൾ മലേഷ്യയിൽ ഒളിച്ചിരിക്കുക. എന്തേ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഈ നിയമത്തിന് കേസിനെ നേരിട്ട് ജയിലിൽ പോകേണ്ടെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറാകാതിരുന്നത്? അപ്പൊ അയാൾക്ക് സൂഹിക്കണമല്ലേ? അപ്പൊ അയാൾക്ക് സ്വജീവിതം നടക്കുകയല്ലേ? ഇത് തന്നെയല്ലേ MM മക്ബറിന് സ്വജീവിതം നടക്കുകയല്ല? 5 സ്റ്റാർ ഫുഡുകൾ കിട്ടുകയില്ല. അതുകൊണ്ടല്ലേ ഇവരൊക്കെ നിയമത്തെ പേടിച്ച് ഈ നിയമത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് ഇവരൊക്കെ ഈ വമ്പന്മാരായ വക്കീലന്മാർക്ക് ലക്ഷങ്ങൾ പ്രതിഫലം കൊടുത്ത് അവരെയൊക്കെ വാദിപ്പിക്കാൻ വിടുന്നു. ഈ നിയമത്തെ പേടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞ് ഭയന്ന് മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ഖത്തറിലും ഒക്കെ പോയി ഒളിച്ചിരുന്നത്. അബ്ദുൽ നാസർ മദനി ഇത് തന്നെയല്ലേ ചെയ്തത്? ഈ കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം മേടിക്കുന്ന വക്കീലന്മാരെ സുപ്രീം കോടതിയിൽ അണിനിരത്തിയത് എന്തിനാണ്? ഇയാൾക്ക് വേണ്ടി. ഇയാൾ ഈ ഭയപ്പെടുന്നുണ്ടല്ലേ? ഈ സ്വജീവിതം ജയിലിൽ കിട്ടുകയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ മുസ്ലിം സമൂഹമേ? പക്ഷെ നിങ്ങളോട് അയാൾ എന്താണ് പറയുന്നത്? ബദറും ഉഹദും ഖന്തക്കും ഖൈബറും ഒക്കെ നിങ്ങളെ കോരിത്തെരിപ്പിക്കും, വികാര വിക്ഷോഭിതരാക്കും. ഇല്ലേ? എന്തിനാണ് നിങ്ങൾ ഈ പൊതുസമൂഹത്തിൽ ഇറങ്ങി? ഇവിടെ ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടാകണം. ഇവിടെ നിങ്ങൾ സംഘടനകളിൽ ഏർപ്പെടണം. RSSകാരുമായിട്ടും BJPക്കാരുമായിട്ടും ഇസ്ലാമിനെ വിമർശിക്കുന്നവരുമായിട്ടും നിങ്ങൾ സംഘടനത്തിൽ ഏർപ്പെടണം. ഇവിടെ സംഘടന നടന്നുകൊണ്ടേയിരിക്കണം അല്ലേ? അതിനുവേണ്ടിയല്ലേ ഇയാള് നിങ്ങളെ വികാര വിക്ഷോഭിതരായിട്ട് പറഞ്ഞു വിടുന്നത്? പക്ഷെ ഇയാൾക്ക്, ഈ നേതാക്കന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴോ അവർ ഓടി ഒളിക്കുന്നു. അവർ ഈ ത്യാഗങ്ങളൊന്നും സഹിക്കാൻ തയ്യാറാവുന്നില്ല. ഇല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഇരട്ടത്താപ്പുകൾ നിങ്ങൾക്ക് എന്തേ ഇസ്ലാമിക പൊതുസമൂഹമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു? നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്ന പോലെ നേതാക്കന്മാർ ചെയ്യുന്നുണ്ടോ? നേതാക്കന്മാർക്ക് ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ ഈ സുഖജീവിതം നഷ്ടപ്പെടുമല്ലോ എന്നോർത്ത് അവർ വിദേശ രാജ്യങ്ങളിലേക്ക് ഒളിച്ചോടുന്നു. കേസിനെ നേരിട്ട് ജയിലിൽ പോയി കിടക്കാൻ അവർ തയ്യാറാവുന്നില്ല. അവർക്ക് ഭയം. അതേപോലെ കേസ് വന്നു കഴിഞ്ഞാലോ വമ്പന്മാരായ വക്കീലന്മാരെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും അണിനിരത്തി എങ്ങനെയെങ്കിലും പരോളിലോ ജാമ്യത്തിലോ പുറത്തിറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് നിങ്ങളോട് ഇതാണോ ഇവർ പറയുന്നത്? നിങ്ങളോട് സ്റ്റേജ് കെട്ടി ഇങ്ങനെയാണോ നിങ്ങളോട് പറയുന്നത്? അല്ലല്ലോ. നിങ്ങളോട് എന്താണ് പറയുന്നത്? സഹാബത്ത് മുഹമ്മദ് നബിയൊക്കെ അനുഭവിച്ച ത്യാഗങ്ങൾ നിങ്ങളും അനുഭവിക്കണം, നിങ്ങളും കഷ്ടപ്പെടണം. ഇത് അല്ലാഹു പരീക്ഷിക്കുന്നതാണ്. നമുക്ക് കിട്ടാൻ പോകുന്ന സ്വർഗമാണ്, നമുക്ക് വേണ്ടത് ആത്മീയ പരലോകമാണ് മക്കളെ, ഇഹലോകമല്ല എന്നല്ലേ നിങ്ങളോട് പറയുന്നത്? പക്ഷെ നിങ്ങളുടെ നേതാക്കന്മാർ, ഈ മത നേതാക്കന്മാർ ആരെങ്കിലും ഈ നിങ്ങളോട് ഈ പ്രസംഗത്തിൽ പറയുന്നത് അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളോട് പറയുന്നതെന്ന് അവർ ചെയ്യുന്നത് മറ്റൊന്ന്.
കാരണം എന്താണ്? അവർക്കും അറിയാം ഈ മതം ഉടായിപ്പാണെന്നുള്ളത്. ഈ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ സ്വർഗവും ഹൂറികളും കള്ളുപിഴയൊന്നും കിട്ടില്ലെന്നുള്ള ഈ അബ്ദുൽ നാസർ മദനി, എം അക്ബർ, മുജാഹിദ് ബാലുശ്ശേരിക്കും സാക്കിർ നായിക്കിനും ഒക്കെ അറിയാം ഇസ്ലാമിക പൊതുസമൂഹമേ. അത് നിങ്ങൾക്കറിയില്ല. കാരണം നിങ്ങൾ മദ്രസ പൊട്ടന്മാരായതുകൊണ്ടാണ്. അവർ ഇസ്ലാമിയെ പഠിച്ചവരാണ്. അവർക്കറിയാം ഇതൊക്കെ മണ്ടത്തരമാണെന്നും ഇത് മുഹമ്മദ് ഉണ്ടാക്കിയതാണ് എന്നും അവർക്കറിയാം. അതുകൊണ്ടാണ് അവര് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നിയമത്തെ ഭയപ്പെടുന്നതും അവർ ആ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാ വഴികളും നോക്കുന്നതും. ഒരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിജറ പോവുക എന്ന് പറയുന്ന നബിയുടെ മാതൃക ആണ് അവര് കൈക്കൊണ്ടത് എന്ന് വേണമെങ്കിൽ അവർക്ക് ഡിഫെൻഡ് ചെയ്തൂടെ ഈ പറയുന്ന കാര്യത്തെ? ഹിജറ പോവുക ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയായിരുന്നു എങ്കിൽ ഹിജറ പോവുക എന്ന രീതിയിൽ അവരൊരു അങ്ങനെ ഒരു ഡിഫൻഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇവിടെ നിന്ന് രക്ഷപ്പെടാം. പക്ഷെ പിന്നെ ഹിജറ പോകുന്ന സമയത്തെ മക്കയിലെ ഇതല്ലല്ലോ, ഇവരങ്ങനെയല്ലല്ലോ ചെയ്തിരിക്കുന്നത്. ഇവര് ഇവരിവിടെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുകയോ ആ പ്രസ്ഥാനത്തെ വളർത്താൻ ശ്രമിക്കുകയോ അങ്ങനെ ഒന്നുമല്ല ചെയ്തിരിക്കുന്നത്. ഇവർക്കൊരു കേസ് വരികയാണ്. ആ കേസ് വരുമ്പോൾ അവർക്ക് കോടതിയിൽ പോകാനോ അല്ലെങ്കിൽ പിന്നെ പോലീസിന്റെ കേസിനെ നേരിടാനോ ഉള്ള ഭയം കൊണ്ടാണ് അവർ പോയത്. ഒരു ഭയം കൊണ്ട് ഇവിടെ സ്ഥലം പിടിക്കുകയാണ്. അതിന് ഹിജറയുമായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ പറ്റിയല്ല. ഹിജറ വേണമെങ്കിൽ ഞാൻ ഹിജറയിലേക്ക് വരാം. ഹിജറ എന്തിനാണ് മുഹമ്മദ് പോയത്? മുഹമ്മദ് 10-13 കൊല്ലം അവിടെ കിടന്ന് പരിശ്രമിച്ചിട്ടും എല്ലാം പറഞ്ഞിട്ട് കുടുംബക്കാർ പോലും ഇസ്ലാമിലേക്ക് വരുന്നില്ല. അബൂ ലഹബും അബൂ താലിബും ഒക്കെ പറയുന്നത് നീ കൊണ്ടുവന്നിരിക്കുന്ന ഞങ്ങളുടെ പൂർവ്വന്മാര് കൊണ്ടുവന്ന മതം തന്നെയാണ്, നമ്മുടെ പൂർവ്വന്മാര് കൊണ്ടുവന്ന ദൈവത്തെ തന്നെയാണ് നീ അവതരിപ്പിച്ചിരിക്കുന്നത്. നീ കൊണ്ടുവന്നിരിക്കുന്ന ഉടായിപ്പാണ് മുഹമ്മദെ. നിന്റെ ഈ ഉടായിപ്പ് മതത്തിൽ വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല മുഹമ്മദെ എന്നല്ലേ അബൂ ലഹബും അബൂ താലിബും മുആവിയയും ഒക്കെ മുഹമ്മദിനോട് വിളിച്ചു പറഞ്ഞത്. അപ്പൊ മുഹമ്മദിന്റെ കുടുംബക്കാരെ പോലും കിട്ടാതെ വന്നപ്പോൾ മുഹമ്മദിനെങ്കിലും എങ്ങനെയെങ്കിലും ഇവിടെ ഭരണം സ്ഥാപിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് മുഹമ്മദ് മദീനയിലേക്ക് പോകുന്നത്. മദീനയിലേക്ക് പോയിട്ട് മുഹമ്മദ് എന്താണ് ചെയ്ത്? ഖുബാ ഉടമ്പടി, അഖബാ ഉടമ്പടി, മദീനയിലെ ജൂതഗോത്രവുമായിട്ട് നടത്തിയ അഖബാ ഉടമ്പടി മുഹമ്മദ് പാലിച്ചോ? മുഹമ്മദ് പാലിച്ചില്ലല്ലോ. അവസരം വന്നപ്പോൾ മുഹമ്മദ് അവരെയൊക്കെ കൊന്നൊടുക്കി അവിടെ മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയല്ലേ ചെയ്തത്. അല്ലാതെ അവിടുത്തെ അൻസാറുകളോട് മുഹമ്മദ് നീതി കാണിച്ചോ? മുഹമ്മദ് അൻസാറുകളോട് നീതി കാണിച്ചോ? മുഹമ്മദിനെ സ്വീകരിച്ചവരോട് നീതി കാണിച്ചോ? ഒരിക്കലും മുഹമ്മദ് നീതി കാണിച്ചില്ലല്ലോ. അവരെയും കൊന്നൊടുക്കി. അവസരം വന്നപ്പോൾ അവരെയും കൊന്നൊടുക്കി അവിടെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പതാക ഉയർത്തുകയല്ലേ മുഹമ്മദ് ചെയ്തത്. അതെ, അത് മാത്രമല്ല ഇപ്പോൾ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹിജറ പോകാൻ. ഞാൻ സാന്ദർഭികമായിട്ട് ഇവിടെ ഒന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ മദീനയുടെ വിഷയം പറയുമ്പോഴും ഈ ഹിജറ പോകാനുള്ള കാരണം എന്ന് പറയുന്നത് മക്കയിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊടിയ പീഡനം അനുഭവിച്ചു, അതുകൊണ്ടാണ് ഹിജറ പോയത് എന്നാണ് പറയുക. അങ്ങനെ കൊടിയ പീഡനം അനുഭവിച്ചു എന്ന് പറയുന്നതിന് ഒരു ഉദാഹരണം പറയുമ്പോൾ ഇവർക്ക് ഉദാഹരണം പറയാൻ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, കുത്തി ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉദാഹരണം ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവന്ന് പുറത്തു കൊണ്ടുവന്ന് ഇട്ടു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു വാസ്തവം എങ്ങനെയാണ്? അത് തന്നെ, ഈ ഒട്ടകത്തിന്റെ കുടൽമാല പുറത്തു കൊണ്ടുവന്ന് ഇട്ടു എന്നാ. പക്ഷെ പിന്നെ മുഹമ്മദ് നബി ഈ ഒട്ടകത്തിന്റെ കുടൽമാല പുറത്തു കൊണ്ടുവന്ന് ഇട്ടു എന്ന് പറയുന്നുണ്ട്, രേഖപ്പെടുന്നത്. പക്ഷെ ഈ ഒട്ടകത്തിന്റെ കുടൽമാല ഇട്ടവരെ മുഹമ്മദ് നബി ക്ഷമിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ അതിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ഇവരെല്ലാം കൊന്ന ചരിത്രമാണ് കാണുന്നത്. ഇവരെല്ലാം കൊലപ്പെടുത്തുന്ന ചരിത്രമാണ് കാണുന്നത് മുഹമ്മദിന്റെ. അപ്പൊ മുഹമ്മദ് നബി എവിടെയാണ് ക്ഷമിച്ചിരിക്കുന്നത്? മുഹമ്മദ് നബി ക്ഷമിച്ചു എന്ന് പറയുന്നത് എന്ത് ക്ഷമയാണ്? ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം പിന്നെ ഖുർആൻ 68:13 ഒരു വാക്യമുണ്ട്, ഉത്തില്ലു ബഅദ് ദാലിക സനീം. കേട്ടിട്ടുണ്ടോ? ആയത്ത് കേട്ടിട്ടുണ്ടോ? ഉത്തില്ലു ബഅദ് ദാലിക സനീം. അതായത് നമ്മുടെ ഖാലിദ് ഇബ്നു വലീദിന്റെ പിതാവായിരുന്ന വലീദ് ബിൻ മുഗീറയെ പറ്റി പറയുന്നതാണ്. കാരണം വലീദ് ബിൻ മുഗീറ മുഹമ്മദിന്റെ ഈ ഉടായ്പകളൊക്കെ വലീദ് ബിൻ മുഗീറയ്ക്ക് മനസ്സിലായി. വലീദ് ബിൻ മുഗീറ മുഹമ്മദിന്റെ ഉടായ്പകളിലൊന്നും വിശ്വസിക്കാതെ മതം വിശ്വസിക്കാതെ വന്നപ്പോഴാണ് എന്ത് ചെയ്തിട്ട് ഒരു രീതിയിൽ മുഹമ്മദിന് വലീദ് ബിൻ മുഗീറയെ ഈ മതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാതെ വരുന്നപ്പോഴാണ് അള്ളാഹ് തന്തയ്ക്ക് വിളിക്കുന്നത്. അള്ളാഹ് തന്തയ്ക്ക് വിളിക്കുകയാണ്, ഉത്തില്ലു ബഅദ് ദാലിക സനീം, കൂരനും തന്തയില്ലാത്തവനുമാകുന്നു എന്ന്. പക്ഷെ ഇപ്പം ഏതെങ്കിലും ഖുർആൻ പരിഭാഷ എടുത്ത് 68:13 ഒന്ന് മറിച്ചു നോക്കി അതിന്റെ പരിഭാഷയിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ആരിഫിന് അറിയാമോ? പരിഭാഷ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ക്രൂരനും ദുഷ്കീർത്തി പരത്തുന്നവനുമാകുന്നു. ദുഷ്കീർത്തി, അതെ, ആ വാക്കാണ്, ദുഷ്കീർത്തിയാണ്. ദനീം എന്ന വാക്കിന് ദുഷ്കീർത്തി പരത്തുന്നവനാകുന്നു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ദനീം എന്ന വാക്കിന് ജാരസന്തതി, ഇസ്ലാമിക് ഡിക്ഷണറി പരിശോധിക്കണം, ജാരസന്തതി, ബാസ്റ്റാർഡ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അറബിക് ഡിക്ഷണറിയിൽ എഴുതി വെച്ചിരിക്കുന്ന ബാസ്റ്റാർഡ്, ജാരസന്തതി, തന്തയില്ലാത്തവൻ എന്നാണ് ജനീം എന്ന വാക്ക്. ഇനി വേണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം ആരിഫിന്. ഏതെങ്കിലും ആരിഫിന്റെ പിന്നെ മിത്രങ്ങളോ ആരെങ്കിലും സൗദി അറേബ്യയിലോ അതുപോലെ അറബി രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറയണേ, ഏതെങ്കിലും അറബീനെ കാണുമ്പം ഇന്ത ജനീം എന്നൊന്ന് പറയാൻ പറ, ധൈര്യം ഉണ്ടെങ്കിൽ.
എന്തിനാണ് ഈ അവരുടെ കഞ്ഞൂടി മുട്ടിക്കുന്നത്? അല്ല, കഞ്ഞൂടി പൊട്ടിയാലേ അപ്പൊ തന്നെ അടിച്ച് താഴെ ഇടും അറബി. അതാ ഈ പറഞ്ഞത്. സനീം എന്ന വാക്ക് തീരുന്നതിന് മുമ്പ് അറബി അടിച്ച് താഴെ ഇട്ടിരിക്കും. അതെ 32 കൊല്ലം പോവും. മനസ്സിലായോ? ഈ അതിനാണ് ഈ സനീം എന്ന വാക്കിന്റെ അടിയിലാണ് ഇവർ എഴുതിയിരിക്കുക ദുഷ്കീർത്തി പരത്തുന്നതിന് വന്നു. അള്ളാഹിനെ രക്ഷിച്ചിരിക്കുക, അള്ളാഹിനെ മോമിനെ രക്ഷിച്ചിരിക്കുക. കാരണം പിന്നെ ഇത് വായിക്കുന്ന ഏതെങ്കിലും ഒരു നിഷ്കുവായ കോയക്ക് എങ്ങനെ തോന്നുന്നു, ഓ ഒരു പ്രപഞ്ച സൃഷ്ടാവ് ഒരാളുടെ തന്തയ്ക്ക് വിളിച്ചിരിക്കുന്നു. ഞാൻ പോലും ആരെയും തന്തയ്ക്ക് വിളിക്കുക, എന്നെ അടിച്ചവനെ പോലും ഞാൻ തന്തയ്ക്ക് വിളിച്ചിട്ടില്ല. പക്ഷെ ഒരു പ്രപഞ്ച സൃഷ്ടാവ് ഇറങ്ങിയെന്ന് വെച്ചാൽ മോമേനെ എതിർത്ത ഒരാളെ തന്തയ്ക്ക് വിളിച്ചിരിക്കുന്നു. അപ്പൊ ഇതെന്തൊരു പ്രപഞ്ച സൃഷ്ടാവാണ്? അവന്റെ ചിന്തയിലേക്ക് ഇങ്ങനെ ഒന്ന് പോവും. ഇല്ലേ ആരിഫ്? അതെ തീർച്ചയായിട്ടും. ഇപ്പൊ ഈ ആരിഫിന് എന്നെ ഫോൺ വിളിക്കുന്ന ചില കോയമാരുടെ വീഡിയോകൾ ഞാൻ കേൾക്കാം. അവർക്ക് നിഷ്കുകളാണ്, നിഷ്കളങ്കരാണ്. അവരോടൊന്നും പറഞ്ഞവർ വിശ്വസിക്കല. ഇങ്ങനെയൊന്നും അല്ല പറയലെന്ന് പറയും. ഇങ്ങനെയൊന്നും ഒരിക്കലും അല്ല പറയാ, അള്ളാഹ് ഒന്നും ഒരിക്കലും തന്തയ്ക്ക് വിളിക്കല എന്ന് പറയും ഇവര്. പക്ഷെ നമ്മൾ ഇത് കാണിച്ചു കൊടുത്താലേ ഒരു വിശ്വസിക്കൽ അവരെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. കാരണം അവരുടെ മാനവികത അനുവദിക്കുന്നില്ല ഇങ്ങനെ ഒരു പ്രപഞ്ച സൃഷ്ടാവ് ഇങ്ങനെ തന്തയ്ക്ക് വിളിക്കുമെന്ന് പറയാൻ. അവരുടെ മാനവികത അനുവദിക്കുന്നില്ല. കാരണം അവർ പോലും തന്തയ്ക്ക് വിളിക്കുന്നില്ല, അവർ പോലും ആരെയും തന്തയ്ക്ക് വിളിക്കുന്നില്ല. അപ്പൊ പ്രപഞ്ച സൃഷ്ടാവ് അയാളെ സൃഷ്ടിച്ച് ഈ അണ്ടകടാകം സൃഷ്ടിച്ച ഒരാള് മുഹമ്മദിനെ എതിർത്തു എന്ന പേരിൽ ഒരു ഖുറൈശിയുടെ തന്തയ്ക്ക് വിളിക്കാന്ന് പറഞ്ഞാൽ ആ പ്രപഞ്ച സൃഷ്ടാവ് എന്തൊരു പ്രപഞ്ച സൃഷ്ടാവ്? ആ പ്രപഞ്ച സൃഷ്ടാവ് ഈ പിന്നെ നമ്മുടെ നാട്ടിലെ ഈ കീലേരി അച്ചുവിനേക്കാൾ തരംതാഴ്ന്നു പോവൂ? കീലേരി അച്ചുവിനേക്കാൾ തരംതാഴ്ന്ന ഒരു പ്രപഞ്ച സൃഷ്ടാവ് പോകുമോ എന്നവൻ ചിന്തിക്കും. അപ്പൊ അവിടെ പരിഭാഷകന് രക്ഷിച്ചേ പറ്റുള്ളൂ. പരിഭാഷകൻ അവിടെ രക്ഷിച്ചിരിക്കുകയാണ്. അവൻ ക്രൂരനും ദുഷ്കീർത്തി പരത്തുന്നവനുമാകുന്നു എന്ന പച്ചക്കള്ളം എഴുതി വെച്ച്, പച്ചക്കള്ളമാണ് തഫ്സീറിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതെ അതെ. അല്ല, അപ്പൊ എന്തായാലും ഇപ്പൊ മഅദനിയുടെ വിഷയം വരുന്ന സമയത്ത് ഇതുപോലെ മഅദനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പല പണികളും ഇപ്പൊ എടുക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഈ നമ്മളുടെ നേരത്തെ പറഞ്ഞ പ്രഭാഷണം ഉണ്ടല്ലോ, ഈ ജോസഫ് മാസ്റ്ററുടെ കൈവെട്ട് നടന്നതിന് ശേഷം കൈയല്ല തലയായിരുന്നു വെട്ടേണ്ടിയിരുന്നത് എന്ന് പറയുന്ന ആ ഒരു സംഗതി. അപ്പൊ അത് ഞാൻ 1-2 വീഡിയോയിൽ അത് പരാമർശിച്ചപ്പോൾ എന്നെ ഒരു PDP കാരൻ ഒരു ദിവസം വിളിച്ചു ഫോണിൽ. എന്നിട്ട് അന്ന് അത് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അത് കിട്ടിയില്ല, അല്ലെങ്കിൽ അത് നമുക്ക് ഇടായിരുന്നു. അപ്പോൾ അദ്ദേഹം കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അതിൻ്റെ ബാക്കി ഭാഗം കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്നോടൊരു സംശയം ചോദിച്ചു. എന്നോട് അത് ബാക്കിയും കൂടി കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സത്യത്തിൽ ഇതിന് മുന്നേ തന്നെ അതിൻ്റെ ബാക്കി എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷ ഉള്ളതുകൊണ്ട് അത് ഞാൻ കേട്ടിരുന്നു. ആ കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, അത് കേട്ടിട്ടുണ്ടോ അതിൻ്റെ ബാക്കി പ്രസംഗം? അതിന്റെ ബാക്കി പ്രസംഗം ഞാൻ ആ വൈറൽ വീഡിയോ മാത്രമേ ഞാൻ കേട്ടുള്ളൂ ആരിഫ്. കേട്ടിട്ടുള്ളൂ. ഇതിൽ ഞാൻ കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അതായത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ചില നിയമ സംവിധാനം ഉള്ളതുകൊണ്ട് തൽക്കാലം നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പം ചെയ്യേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്നൊരു ധ്വനിയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പം ചെയ്യുന്നില്ല എന്ന് മാത്രമേ അതിൽ മഅദനി പറയുന്നുള്ളൂ. അതല്ലാതെ ഇത് ചെയ്യാൻ പാടില്ല എന്നോ ഇത് ചെയ്യരുത് എന്നോ അല്ല അതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും മഅദനിയുടെ കൂടെ നിൽക്കുന്ന PDP കാരായിട്ടുള്ള ആളുകൾ പോലും ഇന്ന് മഅദനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമത്തിലാണ്. അതിലേറ്റവും പ്രധാനമാണ് മഅദനി ഒരു വെള്ളരിപ്രാവാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത്. ഇന്ന് അത് വിശ്വസിച്ചിട്ടാണ് ഇവിടുത്തെ ഒരു യുവതലമുറ പ്രത്യേകിച്ചും അവർ ഇന്ന് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നിസ്സംശയം പറയാലോ അല്ലെ, മഅദനി അത്തരത്തിലൊരു വെള്ളരിപ്രാവല്ല. ധൈര്യമായിട്ടും പറയാം, മദനി ഞാനൊരു മദനിയുടെ ഒരു 10 പ്രസംഗമെങ്കിലും നേരിട്ട് കേട്ടിട്ടുണ്ടോ? ഒരിടത്ത് പോലും ഒരു മാനവികത അയാൾ പറഞ്ഞിട്ടില്ല. ഒരിടത്തും അയാൾ ഒരു മാനവികതയായിട്ട് പ്രസംഗിച്ച് എല്ലാം ഈ മതത്തെ വെച്ചുകൊണ്ട് ഈ മതത്തെ വെച്ചുകൊണ്ട് ഒരു സ്വാഭാവിക പ്രസംഗം നടത്തുകയാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ ജുമാ കുത്തുബകളിൽ ചില മൗലവിമാര് പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിച്ചാൽ കുഴപ്പമില്ല. ഇത് അങ്ങനെയല്ല അയാൾ ഇയാളുടെ പ്രസംഗം മുഴുവൻ ഭയങ്കര വികാര വിക്ഷുബ്ധ വാക്കുകളാണ്. ആൾക്കാരെ അങ്ങ് ശരിക്കും അയാള് ഒരു പൊട്ടിത്തെറിക്കാനുള്ള ഒരു പാകത്തിലേക്ക് ഇയാൾ കൊണ്ടുവരികയാണ്. ആ രീതിയിലായിരുന്നു ഇയാളുടെ പ്രസംഗങ്ങൾ. ഇയാൾ എത്ര കണക്കിന് 100 കണക്കിന് പ്രസംഗങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഈ കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിന് അടിത്തറയിട്ടത് അതിന്റെ ഫൗണ്ടേഷൻ ഇട്ടയാൾ ഈ അബ്ദുൽ നാസർ മദനിയാണ്. അബ്ദുൽ നാസർ മദനിയുടെ ശേഷമാണ് ഇവിടെ NDF ഉണ്ടാകുന്നത്. അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യകാല രൂപം. NDF ഉണ്ടാകുന്ന അബ്ദുൽ നാസർ മദനി ജയിലിൽ കിടക്കുന്ന കാലഘട്ടത്തിന് കോയമ്പത്തൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അബ്ദുൽ നാസർ മദനി 92 ഡിസംബർ 6 പള്ളി പൊളിച്ചപ്പോൾ അബ്ദുൽ നാസർ മദനി ISS നിരോധിച്ചു. ISS പിരിച്ചുവിട്ടു. അതാണ് ISS നിരോധിച്ചു. അന്ന് നരസിംഹറാവു ഗവൺമെന്റ് ISS-നെ നിരോധിച്ചു. RSS-ന്റെ ഒപ്പം ISS-നെയും കേരളത്തിലെ ISS-നെയും ജമാഅത്തെ ഇസ്ലാമിയെയും നിരോധിച്ചായിരുന്നു. അപ്പോഴാണ് ഇയാള് ISS-നെ പിരിച്ചുവിടുന്നത്. ആ സമയത്താണ് ഇയാളെ പിന്നീട്
പിന്നീടാണ് ഇയാൾ PDP ഉണ്ടാക്കുന്നത്. PDP ഉണ്ടാക്കിയതിനു ശേഷം ഇത് തന്നെയാണ് ഈ ISSലെ പ്രസംഗം എന്ത് തന്നെയാണോ അത് തന്നെയായിരുന്നു ഇയാൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഒരു തീവ്രവാദിയിൽ നിന്ന് ഒരു മിതവാദിയായ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആൾക്കാരും മുസ്ലിം ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, CPM, അതിലേക്ക് പോയാൽ മതിയല്ലോ. വെറൈറ്റി വേണമെങ്കിൽ ഇയാളെ പഴയ പ്രസംഗം തന്നെ തുടരണം. പഴയ തീഷ്ണത, തീവ്രവാദ സ്വഭാവം ഇയാൾ ഉണ്ടാക്കിയാൽ മാത്രമേ ആളുകൾ ഇയാളുടെ പാർട്ടിയിലേക്ക് വരുള്ളൂ എന്ന് അയാൾക്ക് ഉറപ്പുണ്ടായത്. ഇതേ തീവ്രവാദ സംഭാഷണം നടത്തി തന്നെയാണ് ഇയാൾ ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പിന് 10,000-ലധികം വോട്ട് പിടിച്ചത്. 1998-98 തോന്നുന്നു, 98-ലോ 2001-ലോ എപ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരു ഗുരുവായൂർ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇയാളുടെ ഒരു അഡ്വക്കേറ്റ് KA ഹസൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഗുരുവായൂർ സമദാനിയായിരുന്നു അന്ന് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന്. അന്ന് 10,000 വോട്ട് പിടിച്ചു. PT കുഞ്ഞുമ്മയായിരുന്നു സമദാനിയുടെ എതിരാളി. PT കുഞ്ഞുമ്മ ജയിച്ചു. ഇയാളുടെ സ്ഥാനാർത്ഥി 10,000-ന് മുകളിൽ വോട്ട് പിടിച്ചപ്പോൾ PT കുഞ്ഞുമ്മ ജയിച്ചു പോയി, ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിച്ചു പോയി. അന്ന് ഇയാൾ ഈ വർഗീയ പ്രസംഗം തന്നെയാണ് ഗുരുവായൂർ കടപ്പുറത്തും എല്ലാം എന്ന് പ്രസംഗിച്ചത്. അങ്ങനെയാണ് ഈ PDP പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇയാളെ 98-ൽ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസുമായിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇയാൾ ജയിലിൽ കിടക്കുമ്പോഴാണ് NDF ഇവിടെ ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യകാല രൂപമായി NDF രൂപീകൃതമാണ്. ഇയാൾ ജയിലിൽ കിടക്കുമ്പോൾ ഈ NDF-ലേക്ക് വന്ന ആരായിരുന്നു? ഈ NDF-ന്റെ ആദ്യകാല അംഗങ്ങൾ ആരായിരുന്നറിയാമോ? ഈ മദനി പിരിച്ചുവിട്ട ISSലെ അംഗങ്ങൾ തന്നെയായിരുന്നു. മദനി പിരിച്ചുവിടുമ്പോൾ ISSൽ ഉണ്ടായിരുന്ന മുസ്ലിം തീവ്രവാദ സ്വഭാവത്തിൽ ആകൃഷ്ടരായി ISSൽ പോയ അതേ യുവാക്കൾ തന്നെയാണ് NDF-ലേക്ക് വന്നത്. അതേ യുവാക്കൾ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിലേക്ക് വന്നത്. അതേ യുവാക്കൾ തന്നെയാണ് ഇപ്പോൾ SDP-യിലുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിന് അടിത്തറ പാകിയത് ഈ അബ്ദുൽ നാസർ മദനിയാണ്. ഈ 1900 നിങ്ങൾ നോക്കിക്കോ, 82, 83 കാലഘട്ടം, 84 കാലഘട്ടം, 80കളുടെ പുറയിലേക്ക് പോയിക്കോ, ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്റെയൊക്കെ ബാല്യകാലം, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ക്രിസ്മസിനും ഓണത്തിനും വിഷുവിനും ഒക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ വീടുകളിൽ അവരുടെ വീടുകളിൽ പോയി ഞങ്ങൾ സദ്യ ഉണ്ട്. ഞങ്ങളുടെ വീടുകളിൽ പോയി പെരുന്നാളിനും ഈദിനും ഒക്കെ ഞങ്ങളുടെ വീടുകളിൽ വന്ന് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും വന്ന് ഭക്ഷണം കഴിക്കും. അപ്പോഴൊന്നും ഒരു ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിച്ചിട്ടില്ല. എന്റെ വീട്ടിൽ വന്ന് ഒരുപാട് ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും എന്റെ ഉമ്മ വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എന്റെ അയൽപക്കത്തുള്ള ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കൊക്കെ എന്റെ ഉമ്മ ഒരുപാട് ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഈദിനും പെരുന്നാളിനും, ഹജ്ജ് പെരുന്നാളിനും, ചെറിയ പെരുന്നാളിനും ഒക്കെ, കല്യാണത്തിനും ഒക്കെ. അപ്പോഴൊന്നും അതേപോലെ അവര് വന്ന് കഴിച്ചിട്ടുണ്ട്. അതേപോലെ എന്റെ ഉമ്മ ഞങ്ങളുടെ അയൽവക്കങ്ങളിൽ പോയി കഴിച്ചിട്ടുണ്ട്. ഞാനും എന്റെ ഉമ്മയും ഒക്കെ ഞങ്ങൾ അയൽവക്കത്തെ കല്യാണങ്ങളിലും അവരുടെ ക്രിസ്മസ് ആഘോഷങ്ങളിലും ഓണാഘോഷങ്ങളിലും ഒക്കെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളാരും ചോദിച്ചിട്ടില്ല, എന്റെ ഉമ്മ ചോദിച്ചിട്ടില്ല, എന്റെ വാപ്പ ചോദിച്ചിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല, ഞങ്ങളുടെ കുടുംബക്കാരൊന്നും ചോദിച്ചിട്ടില്ല ഇത് ഹറാമാണോ, ഇത് ഹലാലാണോ, ഈ ഭക്ഷണം ഹലാലാണോ, ഈ ബീഫ് ഹലാലാണോ, ഈ ചിക്കൻ ഹലാലാണോ, ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. അന്ന് ഞങ്ങൾ പേര് പോലും കേട്ടിട്ടില്ല. എന്താണ് ഹലാല്, ഭക്ഷണത്തിൽ ഇങ്ങനെ വേർതിരിവുണ്ടോ, ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഇവരൊക്കെ രംഗത്ത് വരുന്നു. ഈ അബ്ദുൽ നാസർ മദനിയെ പോലുള്ള, M അക്ബറിനെ പോലുള്ള, മുജാഹിദ് ബാലിശ്ശേരിയെ പോലുള്ള, സിംസാറുൽ ഹക്കിനെ പോലുള്ള, അലിയാർ കാസിമിയെ പോലുള്ള ഈ തീവ്രവാദ മുസ്ലിമീങ്ങൾ, ഈ തീവ്ര മുസ്ലിമീങ്ങൾ ഇവിടെ വരുന്നു. അപ്പോഴാണ് ഇവിടെ ഹലാൽ ഉണ്ടായത്, ഇവിടെ ഹറാം ഉണ്ടായത്. ഇവിടെ ഭക്ഷണത്തെ അവർ വേർതിരിച്ചു. അവർ പറഞ്ഞു, ക്രിസ്മസിനും ഓണത്തിനും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നിങ്ങൾ മുസ്ലിങ്ങളെ പങ്കെടുക്കരുത്, ഓണാഘോഷങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കരുത്, നിങ്ങൾ ക്രിസ്ത്യാനികളുടെ ഇടവക പള്ളികളിലുള്ള ഉത്സവങ്ങളിൽ പോയി പങ്കെടുക്കരുത്, അതൊക്കെ ഹറാമാണ്. മുസ്ലിം പെൺകുട്ടികൾ നൃത്തം ചെയ്യരുത്, അതൊക്കെ ഹറാമാണ്. മുസ്ലിം പെൺകുട്ടികൾ സ്റ്റേജിൽ കയറരുത്, ഹറാമാണ്. ഭക്ഷണം ഞങ്ങൾ കഴിക്കുമ്പോൾ നമ്മളത് ഹലാലാണോ? നമ്മുടെ അള്ളാഹുവിന്റെ പേര് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അറുത്ത ഭക്ഷണമാണോ, അങ്ങനെ ഹലാലായ ഭക്ഷണമാണോ എന്ന് നിങ്ങൾ നോക്കണം. നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലുകളിൽ കയറിയാൽ ഭക്ഷണ സപ്ലയറോട് ചോദിക്കണം, അല്ലെങ്കിൽ ക്യാഷിൽ ഇരിക്കുന്നോട് ചോദിക്കണം, ഈ ഇറച്ചി ഹലാലാണോ എന്ന് ചോദിച്ച് ഹലാലാണെങ്കിൽ മാത്രമേ നിങ്ങൾ കഴിക്കാവൂ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. നിങ്ങൾ ഏതെങ്കിലും മുസ്ലിം കടയിൽ പോയി നിങ്ങൾ ഭക്ഷണം കഴിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഈ ഭക്ഷണത്തിൽ വരെ ഹലാലും ഹറാമും വേർതിരിച്ച് വേഷവിധാനങ്ങൾ വരെ 70കളിലെയും 80കളിലും ഒക്കെ മുസ്ലിം പെണ്ണുങ്ങളുടെ വേഷം എന്തായിരുന്നു? ഇപ്പോഴത്തെ ഈ ബുർക്കയാണോ? അഫ്ഗാനിസ്ഥാനിലെയും സൗദി അറേബ്യയിലെയും പെണ്ണുങ്ങൾ ഇടുന്ന ഈ ബുർക്കയാണോ? ഈ കണ്ണും മുഖവും മൂടിക്കെട്ടി ബുർക്കയായിരുന്നോ? ഇല്ലായിരുന്നു. എന്റെ ഉമ്മയൊക്കെ സാരി ഉടുത്ത് നടന്നവരാണ്, എന്റെ പെങ്ങളൊക്കെ സാരി ഉടുത്ത് നടന്നവരാണ്. എന്റെ ചെറുപ്പകാലങ്ങളിൽ സാരിയും ചുരിദാറും ഒക്കെ ആയിരുന്നു മുസ്ലിം പെൺകുട്ടികൾ ഇട്ട വേഷം. ഇന്ന് മുസ്ലിം പെൺകുട്ടികളെല്ലാം പർദ്ദയിലേക്ക് കയറിയിരിക്കുന്നു, ബുർഖയിലേക്ക് കയറിയിരിക്കുന്നു. അവരേതോ അന്യഗ്രഹത്തിൽ നിന്നും വന്ന മനുഷ്യരെ പോലെ ഒരു മാറി നിൽക്കുന്നു, പൊതുസമൂഹത്തിൽ നിന്നും മാറി നിൽക്കുന്നു. ഹിന്ദുക്കളിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും അവരൊരു അകലം പാലിക്കുന്നു, ഭക്ഷണത്തിൽ വരെ അകലം പാലിക്കുന്നു. ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ അവർ ഹലാലും ഹറാമും ചോദിക്കുന്നു. ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ആ വസ്ത്രവിധാനത്തിലും അവരുടെ
ഇടപെടലുകളിലും എല്ലാം അവർ ആ മതം കൊണ്ടുവരുന്നു. ഇതൊന്നും 80കളിലോ 70കളിലോ 90കളിലോ ഒന്നും കേരളത്തിൽ കണ്ടിട്ടില്ല. ഇതൊക്കെ ഉണ്ടാക്കിയത് ഈ അബ്ദുൽ നാസർ മദനിമാരാണ്, ഈ എം അക്ബർമാരാണ്, ഈ മുജാഹിദ് ബാലുശ്ശേരിമാരാണ്. ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചാൽ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞ് അവൻ നരകത്തിലാണ്, അവൻ ആജീവനാന്തം നരകത്തിലാണെന്ന് പറഞ്ഞവനാണ് ഈ മുജാഹിദ് ബാലുശ്ശേരിയെ പോലുള്ളവൻ. അവനെയൊക്കെ പൊക്കിക്കൊണ്ട് കിടക്കുന്ന ഒരു പൊതുസമൂഹമുണ്ട്. ഇവരൊക്കെ ഈ വർഗീയത പറയുമ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോയപ്പോൾ, ഈ ജോസഫ് മാഷിനെ കൈവെട്ടിയ തീവ്രവാദികൾ ഇവിടെ അടിഞ്ഞാടിയപ്പോൾ ഇവിടുത്തെ മുസ്ലിം സമൂഹം ചെയ്ത ഒരു വലിയൊരു തെറ്റുണ്ട്, ഒരു അക്ഷന്തവ്യമായ തെറ്റ്. അതാണ് മൗനം. ഭയങ്കരമായ ഒരു മൗനം. ഇവരുടെ പൊതുസമൂഹത്തിൽ ആ മൗനം ഉണ്ടായിരുന്നു. ആ മൗനം എന്തായിരുന്നു? അവർക്ക് കൊടുത്ത ഒരു അംഗീകാരമായിരുന്നു. ജോസഫ് മാഷിന്റെ കൈവെട്ടിയവർക്ക് കൊടുത്ത അംഗീകാരമായിരുന്നു ഇവിടുത്തെ മുസ്ലിം പൊതുസമൂഹം ചെയ്ത മൗനം, ഇവിടുത്തെ മുസ്ലിം പണ്ഡിത സമൂഹം ചെയ്ത മൗനം, ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ ചെയ്ത മൗനം. ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടുകാരുടെ അരിഞ്ഞാടിയപ്പോൾ ആലപ്പുഴയിലും മറ്റും അവര് അവലും മലരും കുന്തിരിക്കവും മേടിച്ചു വെച്ചോ എന്ന് മുദ്രാവാക്യം വിളിച്ച് കൊച്ചുകുട്ടിയെ കൊണ്ടുവരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവിടെ അരിഞ്ഞാടിയപ്പോൾ, ഈ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും പോർവിളികൾ നടത്തിയപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടുകാർ ഈ നിരപരാധികളായ, അവരെ കൊന്നു എന്ന് പറയുന്നവരെയല്ല, പ്രതികളെയല്ല കൊന്ന നിരപരാധികളായ രഞ്ജിത് ശ്രീനിവാസനെയും മറ്റുമൊക്കെ അവരുടെ വീടുകളിൽ ഉറങ്ങിക്കിടന്നപ്പോഴും അവർ കടയിൽ ക്യാഷിലിരുന്നപ്പോഴും ഒക്കെ പോയി ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ വെട്ടിക്കൊന്നപ്പോഴും ഇവിടുത്തെ മുസ്ലിം പൊതുസമൂഹം ചെയ്ത അക്ഷന്തവ്യമായ ഒരു തെറ്റുണ്ടായിരുന്നു. അതാണ് മൗനം. ആ മൗനം അവർ തുടർന്നു. അവരിതിനെ പിന്തുണ കൊടുക്കുകയായിരുന്നു, മൗനമായിട്ട് പിന്തുണ കൊടുത്തു. അവർ പറഞ്ഞില്ല ഇത് ചെയ്തത് തെറ്റായിപ്പോയി. ഒരു മുസ്ലിം പുരോഹിതനും ഒരു മുസ്ലിം പ്രഭാഷകനും ഒരു മുസ്ലിം നാമധാരിയും പൊതുസമൂഹത്തിലോ ഒരു TV ചാനലിലോ വന്നിരുന്നു പറഞ്ഞില്ല പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തത് തെറ്റായിപ്പോയി, SDPക്കാർ ചെയ്തത് തെറ്റായിപ്പോയി, അബ്ദുൽ നാസർ മദനി ചെയ്തത് തെറ്റാണ്, എം എം അക്ബർ കാണിക്കുന്ന ഈ മറ്റ് സമൂഹങ്ങളെ ഞങ്ങളുടെ മതം മാത്രമാണ് നല്ലത്, നിങ്ങളുടെ മതമെല്ലാം മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പന്തല് കെട്ടി പബ്ലിക്കിൽ നടത്തുന്ന ഈ പ്രസംഗങ്ങൾ, ഇതൊക്കെ തെറ്റാണ്. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് തെറ്റാണ്, ഇതൊക്കെ തെറ്റാണ് എന്ന് വിളിച്ചു പറയാൻ ഇവിടെ ഒരു മുസ്ലിം പുരോഹിതൻ ഉണ്ടായില്ല, ഇവിടെ ഒരു മുസ്ലിം പ്രഭാഷകൻ ഉണ്ടായില്ല, ഒരു പള്ളി കമ്മിറ്റി പോലും ഉണ്ടായില്ല, ഒരു മുസ്ലിം സംഘടനയും ഉണ്ടായില്ല, ആരും ഉണ്ടായില്ല, ഒരു ഉസ്താദും ഉണ്ടായില്ല. പകരം ഇവരെല്ലാം മൗനം പാലിച്ചു, ഇവർക്കെല്ലാം പിന്തുണ കൊടുത്തു. ആ പിന്തുണയുടെ പ്രതിഫലമാണ് ഇവിടെ ഇന്ന് ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഇത്രയധികം അകലത്തിലേക്ക് മാറിയതിന്റെ ഏറ്റവും വലിയ കാരണക്കാര്, ഈ മുസ്ലിമീങ്ങൾ ഇന്ന് പാർശ്വവൽക്കരിക്കപ്പെടുന്നതിന്റെ കാരണക്കാര്. ഇന്ന് ഒരു മുസ്ലിം ഒരു തലപ്പാവോ തൊപ്പിയോ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ മാറി നിന്ന് ഇതാ ഒരു തീവ്രവാദി പോകുന്നു എന്ന് പറയേണ്ട വന്നതിലേക്കുള്ള ഒരു അവസരം ഉണ്ടായത്. ഇന്ന് ഒരു പൊതുസമൂഹത്തിൽ നിന്ന് നമ്മളൊരു റോട്ടിലിറങ്ങി അല്ലാഹു അക്ബർ എന്ന് ഉച്ചത്തിൽ വിളിച്ചാൽ ആ ചുറ്റിനുമുള്ളവരെല്ലാം ഓടി മാറുന്ന അവസ്ഥയിലേക്ക് ഈ മുസ്ലിം സമൂഹത്തെ കൊണ്ടെത്തിച്ചത്. ഈ മുസ്ലിം സമൂഹത്തെ ഇന്ന് ചാനലുകൾ വന്നിരുന്ന കരയല്ലേ, ഞങ്ങളെ ഇതേ ആക്രമിക്കുന്നേ, ഞങ്ങളെ ഇതേ തെരുവറിയുന്നേ, ഞങ്ങളെ ഇതേ വിമർശിക്കുന്നേ, ഞങ്ങൾ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, ഈ അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹത്തെ എത്തിച്ചത്. മുസ്ലിം പ്രഭാഷകർക്ക് ഇന്ന് എരവാദം മുടക്കേണ്ട, ഓരോ ചാനലുകളിലും വന്നിരുന്ന് എരവാദം മുടക്കേണ്ട ഗതികേടിലേക്ക് വന്നതിന്റെ കാരണം എന്താണ്? നിങ്ങൾ ചെയ്ത ഈ അക്ഷന്തവ്യമായ മൗനമായിരുന്നു. ദിനാസർ മദനിമാരും എം അക്ബർമാരും ജാഹിദ് ബാലുശ്ശേരിമാരും പോപ്പുലർ ഫ്രണ്ടുകാരും ISSകാരും PDPക്കാരും ഇവിടെ അടിഞ്ഞാടിയ സമയത്ത് അവരുടെ ആ സുവർണകാലത്ത് നിങ്ങൾ ചെയ്ത അക്ഷന്തവ്യമായ മൗനം, നിങ്ങൾ അവർക്ക് മൗനമായ പിന്തുണ കൊടുത്തു. അത് ഇവിടുത്തെ പൊതുസമൂഹം, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വരുന്ന പൊതുസമൂഹം ആ മൗനം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ മൗനത്തിൽ നിന്നും ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഈ മനസ്സിലായി നിങ്ങൾ കൊടുക്കുന്നവർക്കുള്ള പിന്തുണയാണ്. നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ അവർക്ക് ആ പിന്തുണ കൊടുക്കുന്നത്, നിങ്ങൾ അവരെ എതിർക്കാത്തത് എന്നത് ഇവിടുത്തെ പൊതുസമൂഹത്തിന് മനസ്സിലായി, ഇവിടുത്തെ മതേതര സമൂഹത്തിന് മനസ്സിലായി, ജനാധിപത്യ സമൂഹത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ജരവാദം പറയേണ്ട ഗതികേടിലേക്ക് ഇസ്ലാമിക സമൂഹം ചെന്നെത്തിയതിന്റെ ഏറ്റവും വലിയ കാരണം. അതെ. ഒരു കാര്യം കൂടി ഞാൻ അവസാനമായിട്ടൊന്ന് ചോദിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇന്നിപ്പോൾ ഭരണകൂടമാണ് വേട്ടയാടുന്നത് എന്ന് പറഞ്ഞ് വെള്ളരിപ്രാവാക്കാൻ നോക്കുന്ന സമയത്ത്, അതിനു മുന്നേ അല്ലെങ്കിൽ കുറച്ച് നാൾ വരേക്കും ഇപ്പോഴും ഒക്കെ പറയാറുണ്ട് ഇടയ്ക്ക്, മദനിയുടെ കാല് നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ളൊരു കഥ പറഞ്ഞുകൊണ്ട് ഇവിടെ അതിലും ഒരു ദൈന്യത കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്? ആരിഫെ, എനിക്ക് അതിനെപ്പറ്റി സത്യസന്ധമായി വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ അറിഞ്ഞിരിക്കുന്നത് മദനി ഒരു പള്ളിയിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്ത് ബോംബെറിയുകയായിരുന്നു എന്നാണ് പറയുന്നത്. പുള്ളിയുടെ പ്രസംഗത്തിൽ പറയുന്ന RSSകാരാണ് ബോംബെറിഞ്ഞത്. എനിക്ക് എന്നിട്ട് RSSകാരൻ വന്ന് എന്നോട് ക്ഷമ ചോദിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് അതിന്റെ വാസ്തവം? RSSകാരൻ എറിഞ്ഞ ബോംബാണോ അതോ അയാളുടെ കയ്യിലിരുന്ന ബോംബ് പൊട്ടി ഇയാളുടെ കാല് പോയതാ? എങ്ങനെയും ശ്രുതി കേട്ടിട്ടുണ്ട്. ഇതിന്റെ വാസ്തവ നിജസ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഒറ്റക്കാര്യം ഞാൻ പറയാം. അതായത് ഈ മദനി എന്ന് പറയുന്ന വ്യക്തി, ഈ മദനിയെ പോലെ ഒരു വ്യക്തി ഒരു പാകിസ്ഥാനിൽ ഉണ്ടാവുകയായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബംഗ്ലാദേശിൽ ഉണ്ടാവുകയായിരുന്നെങ്കിൽ, ഹിന്ദുക്കളിലോ ക്രിസ്ത്യാനികളിലോ ആണെന്ന് ഓർക്കണം,
പാകിസ്ഥാനിലെ ഹിന്ദുക്കളിലോ ക്രിസ്ത്യാനികളിലോ മദനിയെ പോലെ ഒരു വ്യക്തി ഉടലെടുക്കുന്നു. ഇനി ബംഗ്ലാദേശിൽ മദനിയെ പോലുള്ള ഒരു വ്യക്തി അവിടെ ഹിന്ദുക്കളിലോ ക്രിസ്ത്യാനികളിലോ ഉടലെടുക്കുന്നു എന്ന് വെക്കുക. ആ മനുഷ്യന് ആ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ മദനി ഇപ്പൊ എത്ര കൊല്ലമായി, 10-25 കൊല്ലമായിട്ടില്ല, ജീവനോടെ തന്നെ ഇരിക്കുന്നല്ലോ. ഈ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഈ ഹിന്ദുക്കളുടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉടലെടുത്ത ഒരു മദനിക്ക് 1 കൊല്ലം ജീവിച്ചിരിക്കാൻ സാധിക്കുമായിരുന്നു, കാലല്ല 1 കൊല്ലം ജീവനോടെ ഇരിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് ആരിഫിന് തോന്നുന്നുണ്ടോ? അതെ, തോന്നുന്നുണ്ടോ? സാധ്യതയില്ല. ഇല്ല, സാധ്യതയില്ലെന്നല്ല, ഒരിക്കലും ഇല്ല. എത്ര ബ്ലോഗർമാരെയാണ് അവിടെ ഇസ്ലാമിനെ വിമർശിച്ചു എന്ന പേര്, എത്ര ബ്ലോഗർമാരെയാണ് ബംഗ്ലാദേശിൽ കൊന്നൊടുക്കിയത്? തീർച്ചയായിട്ടും. ആസിയ ബീബിയുടെ കഥ തന്നെ നമുക്കറിയില്ല. ഒരു മുസ്ലിം കുടിച്ച ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചു. അപ്പൊ ആ പെണ്ണ് വന്നും കണ്ടോ തല്ലിയപ്പോ ആ പെണ്ണ് മുഹമ്മദ് നബീനെ എന്തോ ചീത്ത പറഞ്ഞു എന്നാണ് പറയുന്നത് ഈ ആസിയ ബീബി. അതിന്റെ പേരിലാണ് ആ പെണ്ണിനെ തൂക്കിക്കൊല്ലാൻ ഹൈക്കോടതി വിധിക്കുകയും സുപ്രീം കോടതി വെറുതെ വിട്ടിട്ടും അവിടുത്തെ ജിഹാദികളെല്ലാം ഇറങ്ങി വീണ്ടും ആ പെണ്ണെ തൂക്കിക്കൊള്ളണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ട് പോയത്. ഒന്നും വേണ്ട, നമ്മുടെ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജനം നടക്കുമ്പോൾ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന 26% മുസ്ലിം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു പാകിസ്ഥാനിൽ. ഇന്ന് എത്ര ശതമാനമുണ്ട്? 2% പോലും ഇല്ല. പക്ഷേ ഇന്ത്യ വിഭജനം പ്രാപിച്ചപ്പോൾ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടിയുടെ ശതമാനം മുസ്ലിമീങ്ങൾ ഇന്ന് ഇന്ത്യയിൽ വർദ്ധിച്ചു. ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്നും വേണ്ട. ലോകത്ത് മുസ്ലിമിന് കാലുകുത്ത, ലോകത്ത് ഏത് രാജ്യത്ത് പോയാലും ഏത് മതസ്ഥനും കാലുകുത്താം. ഏത് രാജ്യത്ത് ഏത് സ്ഥലത്തൂടെ ഏത് മതസ്ഥനും ഹിന്ദുക്കൾക്ക് നടക്കാം, ക്രിസ്ത്യാനിക്കും നടക്കാം, മുസ്ലിമിനും നടക്കാം. പക്ഷേ മുസ്ലിം അല്ലാത്ത ഒരുത്തന് ഒരു പട്ടണത്തിന്റെ 25 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ കാലുകുത്തിയാൽ അവൻ ജയിലിലാകുന്ന ഒരു സ്ഥലമുണ്ട് ഈ ഭൂമിയിൽ. അത് ഏതാണെന്ന് ആരിഫിനറിയാമോ? മക്ക. അറിയത്തില്ലേ? 25 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഒരു അമുസ്ലിം കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ജയിലിലാവും. പക്ഷെ ആ 25 കിലോമീറ്റർ മക്കയുടെ 25 കിലോമീറ്റർ ചുറ്റളവിൽ പട്ടി കയറും, പാമ്പ് കയറും, പഴുതാര കയറും. പട്ടി തൂറും, പാമ്പ് തൂറും, പഴുതാരയും തൂറി വെച്ചോടെ. പക്ഷെ ഒരു മുസ്ലിം അല്ലാത്ത, ഒരു മുസ്ലിം നാമധാരി അല്ലാത്ത ഒരുത്തൻ അവിടെ കാലുകുത്തിയാൽ അവൻ ജയിലിലാവും. മനസ്സിലായോ? അത്രയധികം വർഗീയത വെച്ച് പുലർത്തുന്നവരാണ് മുസ്ലിമീങ്ങൾ. ലോകത്ത് ഏതെങ്കിലും രാജ്യക്കാരൻ അങ്ങനെ ഒരു എന്റെ ചുറ്റളവിനുള്ളിൽ നീ കയറരുത് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിനകത്ത് മുസ്ലിം ഹിന്ദുക്കൾ കയറരുത് എഴുതി വെച്ചാൽ അമ്പലത്തിനകത്താണ്. പക്ഷെ ഗുരുവായൂർ അമ്പലത്തിന്റെ മുമ്പും പോവാം, ഗുരുവായൂരിലും നമുക്ക് പോവാം. ആ അമ്പലത്തിന്റെ ചുറ്റും കടകൾ നടത്തുന്ന, ലോഡ്ജുകൾ നടത്തുന്ന കൂടുതലും മുസ്ലിമീങ്ങളാണ്. ഇല്ലേ? അവിടുത്തെ ഭൂമി ഏറ്റവും കൂടുതൽ ആ ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പോ അടുത്ത കാലം വരെ നിയമസഭയിലേക്ക് പോയിക്കൊണ്ടിരുന്ന തന്നെ മുസ്ലിമീങ്ങളാണ്. ആ അമ്പലത്തിനകത്ത് കയറുന്ന എഴുതി വെച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല. മക്ക പള്ളി ഇരിക്കുന്ന 25 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ കാലുകുത്താൻ പറ്റിയല്ല ഒരു മുസ്ലിമിന്. ഒള്ളി മുസ്ലിം എന്നും പറഞ്ഞ് ജിദ്ദയെന്ന് മക്കയിലേക്ക് റോഡ് വരെ ഉണ്ട്. ഒള്ളി മുസ്ലിമിന് മാത്രമേ ആ ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ആ മുസ്ലിം യാത്ര ചെയ്താൽ പോലീസുകാർ പരിശോധിച്ചു കഴിഞ്ഞാൽ അവൻ അകത്താവും. മനസ്സിലായോ? ഇത്രയധികം വർഗീയത മുസ്ലിമിന് എവിടെ നിന്നാണ് വന്നത്? ഇത്രയധികം വർഗീയത, ഒരു ഭൂമികയിൽ ഒരു അമുസ്ലിം കാലുകുത്തരുത് എന്ന് പറയാനുള്ള വർഗീയത ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അതൊക്കെ ഈ ഖുർആനിൽ നിന്ന് വന്നാണ്. 9:29 ഖുർആൻ സൂറത്ത് തൗബ 29-ാം വാക്യത്തിൽ പറയുന്നു, ഹുവല്ലദീ അർസല റസൂല ബിൽ ഹുദാ വദീനിൽ ഹഖി യുദ്ഹിറഹു അല്ലദീന കുല്ലിഹ വലൗ കരിഹൽ മുശ്രികൂൻ എന്നാണ് 9 സൂറത്ത് തൗബ 29-ാം വാക്യം. അതിന്റെ അർത്ഥം, അവൻ തന്റെ ദൂതനെ സത്യമതവും സത്യമാർഗവുമായി ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന മറ്റു മതങ്ങളെയെല്ലാം അതിജയിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് മറ്റു മതങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന്. അവനെന്ന് പറഞ്ഞാൽ അള്ളാഹു, തന്റെ ദൂതൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി, സത്യമതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം. അതായത് അള്ളാഹു മുഹമ്മദ് നബിയെ സത്യമതവുമായിട്ട് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന മറ്റു മതങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന് പച്ചക്കെഴുതി വെച്ചിരിക്കുകയാണ് ഖുർആനിൽ. മനസ്സിലായോ നിങ്ങൾക്ക്? ഹുവല്ലദീ അർസല റസൂല ബിൽ ഹുദാ വദീനിൽ ഹഖി യുദ്ഹിറഹു അല്ലദീന കുല്ലിഹാ വലൗ കരിഹൽ മുശ്രികൂൻ സൂറത്ത് തൗബ 29-ാം വാക്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നമ്മള് വെള്ളിയാഴ്ചകളില് കുത്തുബയിൽ പറയുന്ന സംഗതിയാണത്. ഈ അതോതി കേൾക്കുമ്പോ നമ്മൾ തലയാട്ടിയിരിക്കും. അതിൽ ഇതാണ് പറയുന്നത് ഒരു മുസ്ലിമിനും അറിയില്ല. അല്ല രസം എന്താണെന്നറിയാമോ? ആരിവേ ഇവര് ഈ ഖുർആനിലെ ഓരോ ആയത്തുകൾ എടുത്തേച്ച് ഇവരൊക്കെ ഈ ചില സുഡാപ്പികളെ ന്യായീകരിക്കാൻ പറയും, ലക്കും ദീനുക്കും വലിയ ദീൻ. ഞങ്ങളുടെ ഖുർആനിൽ ലക്കും ദീനുക്കും വലിയ ദീൻ എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. ലായിക്രി ഫിദ്ദീനി, അതായത് മതത്തിൽ ബലപ്രയോഗമില്ല, ഈ ആയത്തുകളൊക്കെ ഇവരെടുത്തോണ്ട് വരും. ലായിക്ര ഫിദ്ദീനി, അതായത് മതത്തിൽ ബലപ്രയോഗമില്ല, ഇങ്ങനത്തെ ആയത്തുകളൊക്കെ ഇവരെടുത്തോണ്ട് വരും. പക്ഷെ ഇതൊക്കെ ഈ ആയത്തുകൾ ഇതേ ആയത്തിൽ എഴുതിയിരിക്കുന്നിടത്താണ് ഖുർആൻ സൂറത്ത് 9:33 ഒക്കെ നമ്മൾ പറയുമ്പോഴത്തേന് ഇവര് അത് യുദ്ധ സന്ദർഭമായിട്ടാണെന്ന് പറയും. പക്ഷെ ഇത് യുദ്ധ സന്ദർഭമല്ല. അവർക്ക് ലക്കും ദീനുക്കും വലിയ ദീനും ഈ ലായിക്രാഫിദ്ദീനി ഒന്നും ഇവർക്ക് യുദ്ധ സന്ദർഭമല്ല. പക്ഷെ നമ്മൾ 9:33 എന്താണ് എഴുതിയിരിക്കുന്നത്? ഖാതല്ലദീന ലാ യുമിനൂന ബില്ലാഹി വല്ലൗമിൽ ആഖിരി വലാ യുഹർരിമൂന മാ ഹറമല്ലാഹു വറസൂലുഹു വലാ യദീനൂന ദീനുൽ ഹഖി മിനല്ലദീന ഊതുൽ കിതാബ ഹത്താ യൂതുൽ ജിസിയ അൻ യദ്ദിൻ വഹും സായിറൂൻ
വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്തീനത്തിലും വിശ്വസിക്കാതിരിക്കുകയോ അള്ളാഹും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയതിനെ നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയോ സത്യമതമായി സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക. അവർ കീഴടങ്ങി കയ്യോടെ കപ്പം തരുന്നത് വരെ അവർ കീഴടങ്ങി കയ്യോടെ ഇസ്ലാമിക നികുതിയ ജിസിയ കൊടുക്കുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണമെന്ന്. എന്തിന്? അവർ അള്ളാഹുലും അന്തീനത്തിലും വിശ്വസിക്കാതിരിക്കുകയോ അള്ളാഹും മുഹമ്മദും ഹറാമാക്കിയതിനെ ഹറാമാക്കാതിരിക്കുകയോ അള്ളാഹുടെ മതമായി ഇസ്ലാം മതത്തെ സത്യമതമാണെന്ന് സ്വീകരിക്കാതിരിക്കുകയോ ചെയ്താൽ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയല്ലേ നമ്മൾ സിറിയയിൽ കണ്ടത്, അത് തന്നെയല്ലേ ലെബനോനിൽ കണ്ടത്, അത് തന്നെയല്ലേ ഇറാഖിലും ഈജിപ്തിലും ഇറാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ കാണുന്നത്. ഈ ഐസിസ് മുതൽ ലോകത്ത് 10,000-ഓളം ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുണ്ട്. ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ഉടലെടുക്കാനുള്ള കാരണം എന്താണ്? ഇന്ന് ലോകത്ത് ഇസ്ലാമിക തീവ്രവാദികൾ ഇത്രയധികം പെരുകാനുള്ള കാരണം എന്താണ്? ഇത്തരം ആയത്തുകളല്ലേ അന്യമതസ്ഥരെ കൊന്നൊടുക്കാൻ പറഞ്ഞ ആയത്തുകൾ, അന്യമതസ്ഥരെ വെറുക്കാൻ പറയുന്ന ആയത്തുകൾ. ഞാൻ എന്റെ ദൂതനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് പിന്നെ മറ്റു മതങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ്, അതിജയിക്കുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഇത്തരം ആയത്തുകളല്ലേ ലോകത്ത് ഇത്രയധികം തീവ്രവാദ സംഘടനകൾ ഉടലെടുക്കാനുണ്ടായ കാരണം. ഇതൊന്നും ഈ ഇസ്ലാമിക പ്രഭാഷകരോടോ ഈ മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരിക്കുന്നവരോടോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇല്ല, അങ്ങനെയൊന്നും ഖുർആനിൽ പറയുന്നില്ല കേട്ടോ, അങ്ങനെയൊന്നും മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല കേട്ടോ എന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ മുഹമ്മദ് നബിയുടെ ഈ മാനുഷികത പറയാൻ വേണ്ടി അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ അയൽവക്കംകാരൻ പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല. എങ്ങനെ? അയൽവക്കക്കാരൻ പട്ടിണി കിടക്കുമ്പം ഭക്ഷണം കഴിക്കുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടോ? ഇവര് പറയുന്ന ഒരു ഹദീസ കേട്ടിട്ടില്ലേ ആരിഫ്? അതെ, അതൊരു വലിയൊരു കാപട്യമാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് പറഞ്ഞ ഇതിൽ തന്നെയാണ് 9:123 പറഞ്ഞിരിക്കുന്നത് കാത്തുല്ലദീന യലൂനക്കും മിനൽ കുഫാരി വയജിദു ഫീകും ഇല്ലത്തൻ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. നിന്റെ അടുത്ത് താമസിക്കുന്ന അയൽവാസി അമുസ്ലിം ആണെങ്കിൽ അവനോട് പോയി യുദ്ധം ചെയ്യാം, അവനോട് രൂക്ഷത കാണിക്കണമെന്ന്. അപ്പൊ അങ്ങനെ രൂക്ഷത കാണിച്ച് യുദ്ധം ചെയ്ത് ഇതുമായിട്ട് എന്താണ് ബന്ധം ഇരിക്കുന്നത്? ബന്ധമുണ്ടല്ലോ. അതായത് അങ്ങനെ രൂക്ഷത കാണിച്ച് യുദ്ധം ചെയ്ത് ആ കൂടെ അയൽവാസിയായിട്ടുള്ള ആളുകളൊക്കെ ഇസ്ലാം മതം ആക്കി മാറ്റണം. അങ്ങനെ മുസ്ലിമായി മാറ്റിയതിന് ശേഷം പിന്നെ അവരെ പട്ടിണിക്കിടരുത്, അവർക്ക് ഭക്ഷണം പട്ടിണിക്കിടരുത്. അത് തന്നെ. അതായത് ഇഖാമത്തുദ്ദീൻ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത് തന്നെയാണ്. ആരിഫ ഞാൻ നിർത്തുകയാണ്, എനിക്ക് സമയമായി. അതെ, ഓക്കെ, ബൈ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.